നമസ്കാരം. മൈമെന്റർ PSC ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. 2025 മലയാള ഭാഗത്ത് നിന്നുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുമായി ഒന്ന് ചർച്ച ചെയ്യണം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ WCPO വിമൻ CPO എക്സാമിനും അതുപോലെ തന്നെ ഫയർമാൻ എക്സാമിനും 2025 ചോദിച്ച ഏറ്റവും മനോഹരമായ ചില ചോദ്യങ്ങൾ. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവരെ ആശങ്കപ്പെടുത്തിയ, അതുമാത്രമല്ല അതിനു മുമ്പ് ഡിഗ്രി ലെവലിൽ ഉൾപ്പെടെയൊക്കെ ചോദിച്ച് കുട്ടികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ചില ചോദ്യങ്ങൾ മലയാള ഭാഗത്ത് നിന്ന് ആ ചോദ്യങ്ങളുടെ ഉറവിടവും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം PSCയെ സംബന്ധിച്ചിടത്തോളം ഓരോ ചോദ്യ പേപ്പറുകളും പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, ഓരോ ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ് എന്ന് ആ ഒരു നിലയ്ക്ക് എന്തുകൊണ്ടും ഏറ്റവും മികച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഇത് 88/2025, അതായത് കഴിഞ്ഞ നമ്മുടെ WCPO എക്സാമിന് വിമൻ CPO എക്സാമിൽ നടന്ന ഒന്നാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം. മക്കളെ, ഇവിടെ ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ക്ലാസ് കാണുന്ന എല്ലാ കുട്ടികളും കഴിയുന്നതും മുഴുവനായി തന്നെ കാണുക. ഇതിനകത്ത് ഞാൻ തരുന്ന വാക്കുകൾ ദയവ് ചെയ്ത് നിങ്ങളത് എഴുതി വെച്ച് നന്നായി പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ചിലപ്പോൾ ഞാൻ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾക്ക് പരിചിതമല്ലാത്തതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് അതിലും നല്ല വാക്കുകൾ, അല്ലെ, ഈ പര്യായപദങ്ങളിലും ശൈലികളിലും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല വാക്കുകൾ അറിയാമായിരിക്കും, അല്ലെ. അതെന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് നിങ്ങളത് കമന്റുകളായിട്ട് ഇടുക. എന്തുകൊണ്ട് കമന്റ് ബോക്സ് ഉപയോഗിക്കാൻ വരുന്നു? കഴിഞ്ഞ നമ്മുടെ ഡിഗ്രി ലെവലിന്റെ റിവിഷൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വെണ്മ എന്ന പദം, അവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ ഒരു കുട്ടി, ഞാൻ ആളുടെ പേര് ഓർക്കുന്നില്ല, ആള് കമന്റ് ബോക്സിൽ വന്ന് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ടായിരുന്നു, വെണ്മ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുക. അന്ന് അതിന്റെ ഉത്തരവും ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് അതിനുശേഷം വന്ന ചില ക്ലാസ്സുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ചില പരീക്ഷകളിൽ ആ പദം അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കമന്റ് ബോക്സ് ഉപയോഗിക്കുക, കഴിയുന്നതും എല്ലാ വാക്കുകളും കണ്ടുപഠിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ മക്കളെ, മലയാളം അത്ര ലഘുവായി എടുക്കരുത്. ലളിതം മലയാളം എന്നാണ്. മലയാളം ഏറ്റവും ലളിതമായ ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മനോഹരമായി പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അത് സത്യം തന്നെയാണ്. എന്നാൽ 2025 മലയാള ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അത്ര മധുരകരമായിട്ടുള്ള ഓർമ്മകളല്ല നമുക്ക് സമ്മാനിക്കുന്നത്, അല്ലെ. അപ്പൊ നമുക്ക് ആ മലയാളത്തിനകത്തെ 10 മാർക്കും സ്കോർ ചെയ്യണം. സോ 10 മാർക്കിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നമുക്ക്. ചോദ്യം ഇങ്ങനെയാണ്: പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം എന്ത് എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ എ, ഒരുപക്ഷെ PSC നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ, ഓപ്ഷൻ ഏത് എന്ന് തെറ്റിപ്പോകാതിരിക്കാനായിരിക്കണം ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ അവർ ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാനും വിട്ടുകളഞ്ഞില്ല, അത് അതുപോലെ ഇങ്ങെടുത്തു. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ പ്രേക്ഷിത. ഓപ്ഷൻ എ എന്താണ്? പ്രേക്ഷിത. ഓപ്ഷൻ ബി പ്രേക്ഷിത. ഓപ്ഷൻ സി പ്രേക്ഷക. ഓപ്ഷൻ സി പ്രേക്ഷക. ഓപ്ഷൻ സി പ്രേക്ഷക. ഓപ്ഷൻ ഡി പ്രേക്ഷക. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രേക്ഷകൻ എന്ന വാക്കിന്റെ അർത്ഥമാണ്. മക്കളെ ശ്രദ്ധിച്ച, 2 പദമുണ്ട്. ഒന്ന് പ്രേക്ഷകൻ, പ്രേക്ഷകൻ. 2 പ്രേക്ഷകൻ. ഈ 2 വാക്കും ശ്രദ്ധിച്ചോണം. ഓക്കെ, 1 പ്രേക്ഷകൻ, 2 പ്രേക്ഷകൻ. നമുക്കറിയാം പ്രേക്ഷകൻ എന്നാണ് വാക്ക് എങ്കിൽ, ഇതാണ് വാക്ക് എങ്കിൽ കാഴ്ചക്കാരൻ. നമ്മൾ പ്രേക്ഷകരാണ്, അത് കാഴ്ചക്കാർ എന്നർത്ഥം. എന്നാൽ ഇതാണ് വാക്ക് എങ്കിൽ, പ്രേക്ഷകൻ എന്നാണ് എങ്കിൽ അയക്കുന്നവൻ എന്നാണ് അർത്ഥം, അല്ലെ. അയക്കുന്നയാള്. നമ്മൾ പണ്ട് കത്തൊക്കെ എഴുതുന്ന സമയത്ത് പ്രേക്ഷിതാവ് അല്ലെങ്കിൽ അപേക്ഷയൊക്കെ കൊടുക്കുമ്പോൾ പ്രേക്ഷിതാവ്, സ്വീകർത്താവ് എന്നൊക്കെ നമ്മൾ വെക്കാറുണ്ട്, അല്ലെ. ഫ്രമും ടൂവും വെക്കുമ്പോൾ പ്രേക്ഷിതാവ് അയക്കുന്നയാള്, സ്വീകർത്താവ് എന്താണ് സ്വീകരിക്കുന്നയാള്, ഫ്രമും ടൂവും, അല്ലെ. അപ്പോൾ അവിടെ ഓർത്ത് വെക്കുക, പ്രേക്ഷകൻ എന്നാണ് വാക്ക് എങ്കിൽ, പ്രേക്ഷകൻ, ഒന്നുകൂടെ, പ്രേക്ഷകൻ എന്നാണ് വാക്ക് എങ്കിൽ ആ പ്രേക്ഷകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അയക്കുന്നയാൾ എന്നല്ലേ. അപ്പൊ പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എന്താണ്? അത് പ്രേക്ഷക എന്നതാണ്. പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം പ്രേക്ഷക. പ്രേക്ഷക വരുമോ? അല്ല, തെറ്റ. പ്രേക്ഷിത വരുമോ? ഇല്ല, തെറ്റ. പ്രേക്ഷിത വരുമോ? ഇല്ല. അപ്പൊ ഈ പദങ്ങളൊക്കെ തന്നെ മുൻപ് പല ക്ലാസ്സുകളും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ഈ വാക്കുകളൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇതിനോടൊപ്പം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും 2024-ലും 2025-ലും PSC ചോദിച്ചതുമായ ചില പ്രധാനപ്പെട്ട എതിർലിംഗ പദങ്ങൾ നമുക്കൊന്ന് നോക്കി വരാം. അതിൽ ആദ്യത്തേത് അഭിനേതാവ് എന്ന പദമാണ്. ഓർക്കുക, താവിൽ അവസാനിക്കുന്ന പദമാണ് എങ്കിൽ, താവിലാണ് പുല്ലിംഗ പദം അവസാനിക്കുന്നത് എങ്കിൽ സ്ത്രീലിംഗ പദം ത്രീയിലായിരിക്കും പൊതുവെ അവസാനിക്കുക, അല്ലെ. അപ്പോൾ അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? അഭിനേത്രി എന്നുള്ളതാണ്.
അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് അഭിനേത്രി. ഓർക്കുക, നേതാവ്, നേതാവ് ഈ പദം മാത്രമായിട്ടും PSC ചോദിച്ചിട്ടുണ്ട്. അതിന്റെ സ്ത്രീലിംഗ പദം നേത്രി എന്നുള്ളതാണ്. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് നേത്രി എന്നുള്ളത്. ഒന്നുകൂടെ, നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് നേത്രി എന്നുള്ളത്. അവിടെ ഓർത്തു വെക്കുക, ക്ഷമിതാവ് എന്ന പദം, ക്ഷമിതാവ്, ക്ഷമിതാവ് ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ, ഞാൻ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വേർഡാണ് അല്ലെ. ക്ഷമിതാവ് എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദമാണ് ക്ഷമിത്രി എന്നത്. ക്ഷമിത്രി, ക്ഷമിതാവ് ക്ഷമിത്രിയാണ്. ക്ഷമിതാവ് ക്ഷമിത്രി. ക്ഷമിതാവ് എന്നാൽ ക്ഷമിക്കുന്നവൻ എന്നർത്ഥം. എങ്കിൽ ക്ഷേപ്താവ്, 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 ക്ഷേപ്താവ് എന്നാൽ വലിച്ചെറിയുന്നവൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നവൻ എന്നല്ലേ അർത്ഥം. ക്ഷേപ്താവിന്റെ സ്ത്രീലിംഗമാണ് ക്ഷേപ്ത്രി, ക്ഷേപ്ത്രി. അതേപോലെ തന്നെ 2020 ആദ്യമായി PSC നടത്തിയ KS പ്രിലിംസിന്, 2020 കേരള PSC നടത്തിയ ആദ്യത്തെ KS പ്രിലിംസിന് ശ്രോതാവ് എന്ന പദം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രോതാവ്, ശ്രോതാവ്. ഞാനിത് മുമ്പും ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചോണം, സ്കിപ്പ് ചെയ്യരുത്. ശ്രോതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ശ്രോത്രി. ശ്രോതാവ്, ശ്രോത്രി, ശ്രോതാവ്, ശ്രോത്രി. ക്ലിയർ അല്ലേ? എന്ന് കരുതി എല്ലാ താവും 3 ആകണമെന്നില്ല കേട്ടോ. ഓർത്തു വയ്ക്കുക, ശ്രോതാവ് എന്നാൽ കേൾക്കുന്നവൻ എന്നർത്ഥം. അതിന്റെ സ്ത്രീലിംഗ പദമാണ് ശ്രോത്രി എന്ന പദം. ശ്രോതാവ്, ശ്രോത്രി എന്നാണ്. ഓക്കെ. കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കർഷക. പ്രീവിയസ് ആണ്. 24ലും 25ലും ഈ ചോദ്യം ചോദിച്ചു. കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കർഷക. കർഷക എന്നുള്ളത് കർഷകി എന്നല്ല. നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ കർഷകനും കർഷകിയും എന്ന് പറയും. തെറ്റ്. കർഷകി അല്ല, കർഷക ശബ്ദം. കർഷക, കർഷക. ഓക്കെ. അഭിഭാഷകൻ അടുത്ത പ്രീവിയസ് ചോദ്യമാണ്. അഭിഭാഷകൻ. അഭിഭാഷകൻ എന്ന പദത്തിന് അഭിഭാഷിക എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അഭിഭാഷിക. ഞാൻ ഈ അടുത്തിടെ ഒരു ക്ലാസ് കേട്ട സമയത്ത് ആ ക്ലാസ്സിനകത്തും ഒരു അധ്യാപകൻ അങ്ങനെ അദ്ദേഹത്തെ ഒരുപക്ഷെ അറിയാതെ വന്നു പോയതായിരിക്കാം, എങ്കിലും അത് കുട്ടികൾ ഒരുപാട് ഫോളോ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങൾ വരുത്താൻ പാടില്ല. അഭിഭാഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം അഭിഭാഷികയല്ല, അഭിഭാഷകയാണ്. അഭിഭാഷക, അഭിഭാഷക, അഭിഭാഷക. ഓക്കെ. മുമ്പോട്ട് ഗവേഷകൻ എന്ന പദം കണ്ടോ. ഗവേഷകൻ. ഗവേഷകൻ എന്ന പദത്തിന് ഒന്നുകൂടെ, ഗവേഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ഗവേഷിക. ഗവേഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഗവേഷികയാണ്, അല്ലാതെ അവിടെ ഗവേഷക എന്ന് വരില്ല. ഇതിന്റെ റൂളും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ ആപ്പിനകത്ത്, മൈമെന്റിന്റെ ആപ്പിനകത്ത് ഇതൊക്കെ തന്നെ ഡീറ്റെയിൽ ആയി, വളരെ ഡീറ്റെയിൽ ആയി, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആപ്പിലെ ക്ലാസ്സുകൾ നിങ്ങൾ നോക്കുക. അപ്പോൾ മറക്കരുത്, ഓരോ കാര്യങ്ങളും നന്നായി തന്നെ പഠിക്കുക കേട്ടോ. ഗവേഷകൻ എന്ന വാക്കിന് ഗവേഷിക എന്ന, ഗവേഷകയല്ല, ഗവേഷകിയുമല്ല. ഓക്കെ. ചാതകം എന്ന വാക്ക്. ചാതകം, ചാതകം. ഞാൻ ഇന്ന് തന്നെ ഒരു ക്ലാസ്സിൽ ഈ പദം ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി ചോദിച്ചു, സാർ ജാതകം എന്നാണോ? ജാതകം അല്ല, ജാതകമല്ല, ചാതകം. ചാതകത്തിന്റെ സ്ത്രീലിംഗം ചാതകി എന്ന. ചാതകം, ചാതകി. അപ്പൊ നിങ്ങൾക്ക് തോന്നില്ലേ, സാർ എന്താ ഈ ചാതകം? ചാതകം എന്നാൽ വേഴാമ്പൽ എന്നർത്ഥം. ചാതകം എന്ന വാക്കിന് വേഴാമ്പൽ എന്നാണ് അർത്ഥം. ചാതകം, ചാതകം, വേഴാമ്പൽ, വേഴാമ്പൽ, വേഴാമ്പൽ. കണ്ടോ, ഒരു നല്ല പദം കിട്ടി, പുതിയൊരു പദം അല്ലെ. അപ്പോൾ വേഴാമ്പൽ എന്ന പദത്തിന് അർത്ഥം അല്ലെങ്കിൽ പര്യായ പദം കിട്ടി. ചാതകം എന്ന വാക്കിന്റെ അർത്ഥം കിട്ടി, വേഴാമ്പൽ. ഉറപ്പായും PSC ചോദിക്കാൻ പോകുന്ന ഒരു പദമാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ വേഴാമ്പൽ എന്നർത്ഥം വരുന്ന പദം ഏത്? ചാതകം. ചാതകം പദം കിട്ടിയേ. ഇപ്പൊ ചാതകം എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എന്താണ്? ചാതകീന. എങ്കിൽ കിങ്കരനോ? കിങ്കരൻ പ്രീവിയസാ അല്ലെ. കിങ്കരൻ പ്രീവിയസാ. മക്കളെ, നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്ത പരീക്ഷ പേപ്പറിൽ ഈ ചോദ്യം അല്ലേ. കിങ്കരൻ എന്ന വാക്കിന് കിങ്കരി എന്നതാണ് അതിന്റെ സ്ത്രീലിംഗം. കിങ്കരൻ, കിങ്കരി. കൈമൾ എന്ന പദത്തിനാകട്ടെ കുഞ്ഞമ്മ എന്നതാണ് അതിന്റെ സ്ത്രീലിംഗ പദം. കൈമൾ എന്ന പദത്തിന് കുഞ്ഞമ്മ എന്നതാണ് അതിന്റെ സ്ത്രീലിംഗ പദം. ഏകാഗി എന്നാണെങ്കിലോ? ഏകാഗി. ഏകാഗിയും പ്രീവിയസ് ആണ്. ഏകാഗിയും പ്രീവിയസ്. ഒന്നല്ല, 3ലധികം തവണ നമ്മൾ ആ ചോദ്യം കണ്ടു. ഏകാഗി, ഏകാഗിനി, ഏകാഗിനി, ഏകാഗിനി. ചെട്ടി എന്ന പദത്തിനോ? ചെട്ടി. ചെട്ടി, ചെട്ടിച്ചി. പ്രീവിയസ് ആണ്. ചെട്ടി, ചെട്ടിച്ചി. പ്രസാദകൻ എന്നാണെങ്കിലോ? പ്രസാദകൻ, പ്രസാദിക എന്നതാണ് അതിന്റെ സ്ത്രീലിംഗം. പ്രസാദകൻ, പ്രസാദിക. പ്രസാദകൻ, പ്രസാദിക, പ്രസാദക എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. തെറ്റാണ്, പ്രസാദികയാണ്. ഞാൻ പറഞ്ഞു ഈ ഭാഗമൊക്കെ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുതേ. ചിലപ്പോൾ ഇനി ഇതിലും നല്ല ക്ലാസ് എവിടെയെങ്കിലും കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടിപ്പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് കണ്ടു തീർക്കുക, പഠിച്ച് തീർത്തിട്ട് അടുത്തൊന്നിലേക്ക് പോ. വീണ്ടും ഞാൻ പറയുന്നു, പഠിക്കുക, പഠിക്കുക, പഠിക്കുക.
ക്ലിയർ അല്ലേ? കാരണം ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ നമ്മുടെ ഡിഗ്രിയുടെ തന്നെ നമ്മൾ റിവിഷൻ ക്ലാസ് എടുക്കുന്ന സമയത്തും അതിനു മുമ്പ് പല ക്ലാസ്സുകളും നമ്മൾ ഇടുന്ന സമയത്തും അത് ക്ലാസ് മുഴുവൻ കാണാതെ തൊട്ടടുത്ത പരീക്ഷയ്ക്ക് വന്നിട്ട് സാർ ഈ ചോദ്യം എങ്ങനെയാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുണ്ട്. സത്യത്തിൽ ഈ പറയുന്ന പല ചോദ്യങ്ങളും അതിനു മുമ്പ് ഞാനിവിടെ നമ്മുടെ ക്ലാസ്സുകൾ ഇടുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇടുന്ന ക്വസ്റ്റ്യൻസാണ്. ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റിന് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ കലാസാഹിത്യ ഭാഗത്തിനകത്ത് സിനിമ എന്നൊരു ഭാഗം പറയുന്നിടത്ത് ഞാനത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1938 മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം വരുന്നു. ശരി തന്നെയാണ്, അത് ബാലനാണ്, വിഗതകുമാരനല്ല. ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ലാബ് അസിസ്റ്റന്റ് തന്നെയല്ലേ? ചിലപ്പോൾ ഞാൻ പറഞ്ഞ ചോദ്യം ചോദ്യ പേപ്പർ ചിലപ്പോൾ മാറിപ്പോയേക്കാം, പക്ഷെ ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. രണ്ടാമത്തെ ഓപ്ഷൻ ആ പറയുന്ന സിനിമയിൽ അന്ന് അത് ചോദ്യം വിഗതകുമാരനിൽ നിന്നാണ് പറഞ്ഞു കൊടുത്തത്. ചോദ്യം ഇങ്ങനെയായിരുന്നു: 1938 മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസായി എന്നാണ്. സംഭവം ആ സ്റ്റേറ്റ്മെന്റിൽ ഒറ്റ വ്യത്യാസമുള്ളൂ, വിഗതകുമാരനല്ല ബാലനാണ്. സോ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2, വിഗതകുമാരൻ എന്ന ആദ്യ ശബ്ദചിത്രത്തിൽ ശബ്ദം നൽകിയത് ആലപ്പി വിൻസെന്റ് ആണ് എന്നാണ്. അവിടെയും ആ പോയിന്റ് ആലപ്പി വിൻസെന്റ് തന്നെയാണ് ശബ്ദം കൊടുക്കുന്നത്, പക്ഷെ അത് വിഗതകുമാരനല്ല, ബാലനാണ്. സത്യത്തിൽ ഈ പറയുന്ന 1938 ബാലന്റെയും 1928 വിഗതകുമാരന്റെ ഒക്കെ കഥ ഞാനിവിടെ പറയുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ പല ക്ലാസ്സുകളും ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യമൊക്കെ കഴിഞ്ഞിട്ട്, ഈ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പല കുട്ടികളും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സാർ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എങ്ങനെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഇത് സാറ് പറഞ്ഞിട്ടുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ ആ ക്ലാസ് നോക്കുക, അവിടെ ഈ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ക്ലാസ്സുകൾക്കകത്തും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അത് മുഴുവനായി കേൾക്കുക, സ്കിപ്പ് ചെയ്യലേ. ഈ ക്ലാസ് നിങ്ങളത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കാരണം ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ പഠിച്ചോണം. ഓക്കെ മക്കളെ, തിരിച്ചു വരുന്നു, എൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ പറഞ്ഞു വന്നത് പ്രസാദകൻ എന്ന പദത്തിന് പ്രസാദിക എന്നതാണ് എൻ്റെ സ്ത്രീലിംഗം. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ചോദ്യം ഏകദേശം സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. ചോദ്യം ഇങ്ങനെയാണ്: നിഷ്ഫല യജ്ഞം, നിഷ്ഫലമായ യജ്ഞം, പ്രവൃത്തി എന്നർത്ഥം, നിഷ്ഫലമായ പ്രവൃത്തി എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് എന്നുള്ളതാണ് അല്ലെ? ഇവിടെയും PSC എന്ത് ചെയ്തു? നമുക്ക് ഓപ്ഷൻ എന്നുള്ളത് മാറിപ്പോകാതിരിക്കാൻ, അതായത് ഓപ്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ എന്നവർ കൊടുത്തിട്ടുണ്ട്. കളിയാക്കുന്നതാണ് എന്ന് തോന്നില്ലല്ലോ അല്ലേ? ശരി, ഓക്കെ, ശരി. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കറിയാം, ഞാൻ അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ അങ്ങ് എടുത്തത്. രസമുണ്ട് അല്ലേ? ശരി, കിടക്കട്ടെ. അതിൻ്റെ ഓപ്ഷനെ ഇപ്പം നമ്മളിനിപ്പോൾ ക്വസ്റ്റ്യൻ മാറ്റിയെന്ന് വേണ്ടല്ലോ, എന്തുണ്ടോ അത് അതേപോലെ അങ്ങ് എടുക്കുന്നു. ഓക്കെ, നോക്കിയേ, നിഷ്ഫല യജ്ഞം എന്നുള്ളതാണ്. അത് എന്താണ്? വലിയ അല്ലെങ്കിൽ പ്രയോജനമില്ലാത്തൊരു പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ? ഓപ്ഷനിൽ ഭടവാക്കുണ്ട്, കാകദന്ത ഗവേഷണമുണ്ട്, നാരദക്രിയയുണ്ട്, അമ്ല പരീക്ഷണമുണ്ട്. ഈ സംശയം നമുക്ക് പറയാം ഉത്തരം വരുന്നത് കാകദന്ത ഗവേഷണമാണ് അല്ലെ? കാകദന്ത ഗവേഷണം എന്ന് പറയുന്നത് എന്താണ്? അതൊരു നിഷ്ഫല യജ്ഞമാണ് അല്ലെ? അതായത് ശൈലിയെക്കുറിച്ച് മുമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് ക്ലാസ് കാണാനായിട്ട് കഴിയും. ശൈലി എന്നത് ശീലങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ശൈലികൾ എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക, ശീലങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ശൈലികൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ശൈലികൾ അവയുടെ അർത്ഥവും ആശയവും ഒക്കെ പഠിക്കുക കേട്ടോ. ശൈലികൾ എപ്പോഴും ആശയത്തിൽ അധിഷ്ഠിതമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഓപ്ഷനിൽ ഒരു ഉത്തരം നമുക്കുണ്ട്, കാകദന്ത ഗവേഷണമാണ്, നിഷ്ഫല യജ്ഞം എന്ന് കിട്ടി. ബാക്കി 3 ഓപ്ഷനും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നറിയണം. കാരണം ഈ 3 ഓപ്ഷനും ഉറപ്പായും വരുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയിൽ അവർ ചോദിക്കും. അതിനാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ തരുന്നത്. അപ്പം നമുക്കത് 3 എന്തൊക്കെയാണ് എന്നൊന്ന് പഠിച്ചു വരാം. അതിലാദ്യത്തേത് ഭടവാക്ക് എന്നുള്ളതാണ്. ഭടവാക്ക്, അതായത് ഭടന്റെ വാക്ക് എന്നുള്ള അർത്ഥത്തിലാവണം ഭടവാക്ക് അല്ലെ? ഭടവാക്ക് എന്നാൽ അർത്ഥശൂന്യമായ സംസാരം എന്നുള്ളതാണ് അല്ലെ? ഭടന്റെ വാക്കുകൾ എന്തെങ്കിലും ചെവിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഭടൻ പറയുന്നതല്ല, നമ്മൾ ആ രാജാവ് പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ? അപ്പൊ അവിടെ ഭടവാക്ക് എന്നുള്ളത് എന്താണ്? അത് അർത്ഥശൂന്യമായ സംസാരം എന്നതാണ് അതിന്റെ അർത്ഥം വരുന്നത്. എങ്കിൽ എന്താണ് നാരദക്രിയ? നമുക്കറിയാം, നാരദൻ എന്ന വാക്കിന്റെ അർത്ഥം ഏഷണിക്കാരൻ എന്നാണ്. നമുക്കറിയാം, നമ്മുടെ പുരാണ കഥകൾക്കകത്ത് നാരദൻ എന്ന കഥാപാത്രത്തിന്റെ പ്രത്യേകത, പുള്ളിക്കാരൻ എവിടെയുണ്ടോ അവിടെ തല്ലും ബഹളവും സ്വാഭാവികമാണ്. പുള്ളിക്കാരൻ അങ്ങനെ മനോഹരമായൊരു ഒരു സ്വഭാവമുള്ളൊരു മനുഷ്യനാണ് അല്ലെ? ശരി, എന്തേനായിരുന്നാലും നാരദൻ എന്ന കഥാപാത്രം അല്ലെ, നാരദൻ എന്ന കഥാപാത്രത്തെ അല്ലെങ്കിൽ നാരദൻ എന്ന പദത്തെ നമ്മൾ ശൈലിയിൽ ഉപയോഗിക്കുന്നത് എന്തായിട്ടാണ്? നാരദൻ എന്ന ശൈലിയുടെ അർത്ഥം ഏഷണിക്കാരൻ എന്നാണ്. എന്നാൽ നാരദക്രിയ, ഏഷണി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ കലഹമുണ്ടാകും അല്ലെ? ഏഷണി കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ കലഹമുണ്ടാക്കും. അപ്പൊ കലഹമുണ്ടാക്കുക എന്ന അർത്ഥത്തിലാണ് നാരദക്രിയ എന്ന ശൈലി ഉപയോഗിക്കുക. എന്നാൽ അമ്ല പരീക്ഷണമോ? പരീക്ഷണം, ഒരു ഈ ഉണ്ട്, പരീക്ഷണം, കിടക്കട്ടെ, പരീക്ഷണം, അമ്ല പരീക്ഷണം.
ഓക്കെ, അമ്ല പരീക്ഷണം എന്നാൽ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുക, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുക. മക്കളെ ശ്രദ്ധിച്ചേ, ഈ 3 പദങ്ങളും ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ്. സോ 3 നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല, 3 നമ്മൾ പഠിച്ചു. കൂടെ മറ്റ് ചില ചോദ്യങ്ങൾ കൂടെ പഠിക്കണം. അതിലൊന്നാണ് വേദവാക്യം എന്നുള്ളത്. അല്ലെ, നമ്മൾ പറയില്ല അതവന് വേദവാക്യമാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞത് അവന് വേദവാക്യമാണ്, അവന്റെ വാക്കുകൾ അയാൾക്ക് വേദവാക്യമാണ് എന്ന് പറയത്തില്ലേ. അതേപോലെ വേദവാക്യം എന്നാൽ അലംഘനീയമായ അഭിപ്രായം. ആ പറയുന്നത് എന്താണോ ആ പറഞ്ഞത് വേദവാക്യം, ആ പറഞ്ഞ അല്ലെങ്കിൽ ആ കേട്ട കാര്യം അത് തിരുത്തില്ല, അത് അങ്ങനെ തന്നെയാണ് എന്നൊരിത് അല്ലെ. അപ്പൊ അതാണ് അലംഘനീയമായ അഭിപ്രായമാണ് വേദവാക്യം. എങ്കിൽ അകത്തു കടത്തുക പ്രീവിയസ് ചോദ്യമാണ്. അകത്ത് കടത്തുക പ്രീവിയസ് ചോദ്യം. അകത്ത് കടത്തുക പ്രീവിയസ് ചോദ്യം. അകത്ത് കടത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണെന്നുള്ള കിട്ടില്ല, അകത്ത് കയറ്റി വിടുക എന്നുള്ളതായിരിക്കും അല്ലെ. എന്നാൽ അകത്ത് കടത്തുക എന്നതിന് പകരം അകത്താക്കുക എന്നാണെങ്കിലോ, അകത്താക്കുക. നമ്മൾ പറയില്ലേ, അവൻ അപ്പൊ ഒരു മിഠായി ഒരാൾക്ക് കൊടുത്തു, അവൻ എന്ത് ചെയ്തു, അവനത് അകത്താക്കി അല്ലെ. അല്ലെങ്കിൽ ഇന്നയാൾക്ക് അവന് ഇന്ന സാധനം കഴിക്കാനായിട്ട് വെച്ച് അയാളത് അകത്താക്കി. അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ല, അയാളതെപ്പോഴേ അകത്താക്കി. അല്ലെങ്കിൽ കുട്ടികൾ അവരെപ്പോഴേ അത് അകത്താക്കി. അപ്പൊ അകത്താക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, അകത്താക്കുക ഭക്ഷിക്കുക. സത്യത്തിൽ ഇത് തന്നെയാണ് ഈ ശൈലിയുടെ അർത്ഥവും. അകത്ത് കടത്തുക എന്നതിന് അകത്താക്കുക ഭക്ഷിക്കുക എന്നാണ് അർത്ഥം. അകത്ത് കടത്തുക ഭക്ഷിക്കുക. അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഇത് PSC ചോദിച്ചാണോ? ആണ്. ഏത് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഏത് എക്സാമിനാണ് എന്ന് ഞാൻ എടുത്തു പറയാത്തതിന് റീസൺ ഉണ്ട്. നിങ്ങൾ ആ എക്സാമിന് അല്ലെങ്കിൽ ഇത് ഇന്ന എക്സാമിനാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ അതിനെ വിലയിരുത്തും. ഇത് ഈ വലിയ എക്സാമിന് ചോദിച്ചത്, അല്ലെങ്കിൽ ഇത് ഈ ചെറിയ എക്സാമിന് ചോദിച്ചതല്ലേ, ഇത് ഞങ്ങൾക്ക് വരൂ എന്ന ചിന്തയൊക്കെ വരും. അങ്ങനെ വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ നമ്മൾ കുറച്ചും കൂട്ടിയും കൊടുക്കണം. ഒന്നുമില്ല അല്ലെ, അറിവിന്റെ കാര്യത്തിൽ അങ്ങനെ കുറച്ചും കൂടുതലൊന്നുമില്ല. നിങ്ങൾ പഠിക്കുക, അത് അറിവ് എത്ര വലുതായാലും എത്ര ചെറുതായാലും അറിവ് തന്നെയാണ്. സോ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോണം. നോക്കിയേ, അകത്ത് കടത്തുക PSC ചോദിച്ച ചോദ്യമാണ്. ഉത്തരമായി എന്ന് വന്നത് ഭക്ഷിക്കുക എന്ന ശൈലിയാണ്. ക്ലിയർ, ഭക്ഷിക്കുക എന്ന ഉത്തരമാണ്. സെറ്റല്ലേ, മുന്നോട്ട്. ദെൻ കാടുകാട്ടുക. കാടുകാട്ടുക 2 രീതിയിൽ കാടുകാട്ടുക ഉപയോഗിക്കാറുണ്ട്. കാടുകാട്ടുക ഭയപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി കാടുകാട്ടുക അബദ്ധം പ്രവർത്തിക്കുക എന്നുള്ളതാണ് PSC കൊടുത്ത ഉത്തരം. 2 തവണയും PSC കാടുകാട്ടുക എന്ന ശൈലിക്ക് അബദ്ധം പ്രവർത്തിക്കുക എന്നതാണ് ഉത്തരം കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി ഊഴിയം നടത്തുക. നല്ല ചോദ്യമല്ലേ. ഊഴിയം നടത്തുക. ഊഴിയം നടത്തുക എന്നാൽ ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക എന്നർത്ഥം. ഒന്നുകൂടെ, ഊഴിയം നടത്തുക എന്നാൽ ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക എന്നർത്ഥം. ഊഴിയം നടത്തുക, ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക. കുളങ്കോരി അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നശിപ്പിക്കുക അല്ലെ. കുളങ്കോരുക എന്ന് പറയുമ്പോൾ നശിപ്പിക്കുക, വലിയ എക്സ്പ്ലനേഷൻ വേണ്ട അല്ലേ, നമുക്ക് ഓർത്ത് വെച്ചേ. അപ്പൊ കുളങ്കോരുക, നശിപ്പിക്കുക. ഇനി അതേപോലെ തന്നെ നോക്കിയേ, കണ്ണിൽ മണ്ണിടുക വഞ്ചിക്കുക. കണ്ണിൽ മണ്ണിടുക അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടുക എന്ന് പറയും. മണ്ണിടുക അല്ലെങ്കിൽ പൊടിയിടുക എന്നൊക്കെ പറയുന്നത് എന്താണ്? വഞ്ചിക്കുക, പറ്റിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ്. ഇനി നെയ്യിൽ കൈമുക്കുക. നല്ല ചോദ്യം അല്ലെ. നെയ്യിൽ കൈമുക്കുക അതായത് സത്യം ചെയ്യുക. നെയ്യിൽ കൈമുക്കുക, സത്യം ചെയ്യുക. നെല്ലിപ്പലക കാണുക. ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കാണുക, അല്ലെങ്കിൽ എൻ്റെ നെല്ലിപ്പലക കാണുക എന്ന് പറയുമ്പോൾ അവസാനം കാണുക. ഗളഹസ്തം ചെയ്യുക, പുറത്താക്കുക. സെറ്റല്ലേ. അപ്പൊ 2 ചോദ്യങ്ങൾ ഏകദേശം ക്ലിയർ ആയി, ഒരു ധാരണയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതേ ചോദ്യപേപ്പറിൽ, അതായത് WCPA ചോദ്യപേപ്പറിൽ വന്ന അടുത്ത മനോഹരമായ ഒരു ചോദ്യമാണ് നിരാമയം എന്നത്. നിരാമയം, ഇവിടെയും ഒരു സന്തോഷമുള്ളത്, ഈ നിരാമയം എന്നൊക്കെ ഉള്ള പദങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇവിടെ ക്ലാസ്സിനകത്ത് തന്നെ പഠിപ്പിച്ച പദങ്ങളായിരുന്നു. നിരാമയം എന്ന പദത്തിന് ആമയം എന്നാണ് പദം. നിർ പ്ലസ് ആമയം, നിരാമയം. ഒന്നുകൂടെ, നിർ പ്ലസ് ആമയം, നിരാമയം. ഇവിടെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് ഓർമ്മിപ്പിക്കേണ്ട ഒരു പദമാണ് അധികം ഉക്തി എന്ന വാക്ക്. പ്രീവിയസ് ആണ്. അധികം ഉക്തി ചേർത്തെഴുതുന്നത് അത്യുക്തി എന്നാണ്. അത്യുക്തി എന്നതാണ്. എങ്കിൽ അധികം ആഗ്രഹം ചേർത്തെഴുതുമ്പോൾ അത്യാഗ്രഹം എന്ന് കിട്ടും. അധികം ആഗ്രഹം എന്താണ്? അത്യാഗ്രഹം. അധികം ഉക്തി, അത്യുക്തി.
ക്ലിയർ അല്ലേ? ഓർത്ത് വയ്ക്കുക, അധികധികം മുക്തി അത്യുക്തിയാണ്, അധികധികം ആഗ്രഹം എന്താണ്, അത്യാഗ്രഹമാണ്. ഇനി പ്രതി അധികം ഉപകാരം, പ്രതി അധിക ഉപകാരം അതാണ് പ്രത്യുപകാരം. ഓക്കെ അല്ലെ? അപ്പൊ ഇതൊക്കെ തന്നെ ഈ ഒരു ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഉദ് അധികം യോഗം ഉദ്യോഗം. എങ്ങനെ? ഉദ് അധികം യോഗം ഉദ്യോഗം. ക്ഷമിക്കുക, ഈ പദങ്ങളൊക്കെ തന്നെ PSC സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്, പഠിക്കുക. അപ്പം ഞാൻ ഇവിടെയും കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്, കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞു വരുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തേതാണ് വാഗ്വാദം. വാഗ്വാദം ഞാൻ എൻ്റെ മുൻ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് തവണ പറഞ്ഞു തന്നൊരു പദമാണ് വാഗ്വാദം എന്ന പദം. വാഗ്വാദം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ വാക്ക് പ്ലസ് വാദം എന്ന് കിട്ടും, വാഗ്വാദം എന്ന പദം അല്ലെ. അതേപോലെ തന്നെ വാഗ്ദേവി എന്നാണ് പദമെങ്കിൽ, വാഗ്ദേവി എന്നാണ് പദമെങ്കിൽ, കഴിഞ്ഞ എൻ്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കി വയ്ക്കുക, വാക്ക് പ്ലസ് ദേവി അല്ലെ. വാഗ്ദേവി എന്നാണെങ്കിൽ മക്കളെ നോക്കിയേ, വാഗ്ദേവി എന്നാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഗ കട്ട് ചെയ്യുന്നു, വാക്ക് പ്ലസ് ദേവി എന്നാകുന്നു വാഗ്ദേവി. വാഗ്ദേവി വാക്ക് പ്ലസ് ദേവി എന്നാകുന്നു. ഓക്കെ, ഇനി സദാചാരം, സത് പ്ലസ് ആചാരം സദാചാരം. സദാചാരം എങ്ങനെ പിരിച്ചെഴുതി? സത് പ്ലസ് ആചാരം. ഞാനിത് ഓരോ വാക്കും എങ്ങനെ വന്നു എന്ന് റൂൾസ് സഹിതം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിന് മാത്രം ഈ ഒരു ക്ലാസ് വേണ്ടി വരും. അപ്പോഴേക്കും നിങ്ങൾ എന്ത് പറയും? ഓ സാറ് ഇതാ 3, 4 ചോദ്യം വെച്ച് ലാഗ് അടിപ്പിച്ചു എന്ന് പറയും. എന്തിനാ വെറുതെ അല്ലേ? വേണ്ട. കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. മുൻ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ക്ലാസ്സുകളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. മക്കളെ നോക്കിയേ, അപ്പോൾ സത് പ്ലസ് ആചാരം സദാചാരം. ഇവിടെ തന്നെ ഓർത്ത് വെച്ചോണം, ചിന്മയം എന്ന പദവും ചിന്മുദ്ര എന്ന പദവും PSC ചോദിച്ചിട്ടുണ്ട്. ചിന്മയം എന്ന പദവും ചിന്മുദ്ര എന്ന പദവും PSC ചോദിച്ചിട്ടുണ്ട്. ചിന്മയം പിരിച്ചെഴുതി കഴിഞ്ഞാൽ ചിത്ത് പ്ലസ് മയം എന്ന് കിട്ടും. ചിത് പ്ലസ് മയം, ചിത് പ്ലസ് മയം. ചിന്മുദ്ര ആണെങ്കിലോ ചിന്മുദ്ര ചിത് പ്ലസ് മുദ്ര, ചിത് പ്ലസ് മുദ്ര. ഈ ചിന്മയം ചിന്മുദ്ര എന്നീ പദങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ LDCയിൽ ഉൾപ്പെടെ ചോദിച്ചു കണ്ട ചോദ്യങ്ങളാണ് അല്ലേ? വെറുതെ പറയുന്നതല്ല, പഠിച്ചോണം. ഓക്കെ, സെറ്റാണേ മക്കളെ നോക്കിയേ. ദെൻ കരിങ്കുരങ്ങ് അല്ലെ, കരിങ്കുരങ്ങ്. കരിങ്കുരങ്ങ് പലരും കരിങ്കുരങ്ങ് എന്ന പദം പഠിച്ചു വയ്ക്കുന്ന കരി പ്ലസ് കുരങ്ങെന്ന, അല്ല സോറി കരിം പ്ലസ് കുരങ്ങെന്ന. കരിം റിം അം ചേർക്കും, തെറ്റം വേണ്ട. കരി പ്ലസ് കുരങ്ങാണ് കരിങ്കുരങ്ങ്. സന്ധി ഏതാ? സന്ധി ഏതാ? ആഗമസന്ധി. ആഗമസന്ധി. അയ്യോ സാറേ ഇങ്ക വന്നല്ലോ. ഇങ്ക വന്നു കഴിഞ്ഞാൽ ആദേശമൊക്കെ അല്ലേ വരേണ്ടത്? ആദേശം വരാതെ ആഗമം വരുന്ന പരിപാടിയുണ്ട്. മുമ്പ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാവകാശമില്ല, അതുകൊണ്ട് പറഞ്ഞു വരുന്നു, ഇട്ടേക്കാം. ഇനി മേന്മ. മേന്മ മേന്മ മേൽ പ്ലസ് മ. മേൽ പ്ലസ് മ. ഇവിടെ തന്നെ നന്മ നോക്കിക്കോ, നൽ പ്ലസ് മ. നൽ പ്ലസ് മ. വെണ്മ. വെണ്മ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നിൽ ഞാൻ പറഞ്ഞു, ഈ പദം ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ള എന്നെഴുതാം, ള പ്ലസ് വെള പ്ലസ് മ. എന്നാൽ ഓപ്ഷനിൽ ഇള്ളും ളും ഉണ്ടെങ്കിൽ ഇള്ള എടുക്കാവൂ, കാരണം അതാണ് അതിന്റെ ചില്ലെന്ന രൂപം, മറ്റേ സ്വരീകൃത രൂപമാണ്. സോ അതുകൊണ്ട് തന്നെ എന്തെടുക്കുന്നു? നമ്മൾ ഇള്ളെടുക്കുന്നു. വെൾ പ്ലസ് മ. വെൾ പ്ലസ് മ. എനിക്കൊന്ന് അന്ന് ഈ ചോദ്യം ഉണ്ടായിരുന്നു, ഇത് 2 ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഉത്തരം വരുന്നു വെൾ പ്ലസ് മ വെണ്മ, നൽ പ്ലസ് മ നന്മ. സെറ്റ് അല്ലേ? ഇനി മരങ്ങൾ. മരങ്ങൾ. മരം പ്ലസ് കൾ. മരം പ്ലസ് കല്ലല്ല, കള്ളാണ്. ടൈപ്പിൽ ഒന്നൊരു മിസ്റ്റേക്കാണ്, കുഴപ്പമില്ല, കാര്യമാക്കണ. കൾ. മരം പ്ലസ് കൾ. മരങ്ങൾ. മരം പ്ലസ് കൾ. ബഹുവചന പ്രത്യയമാക്കൾ. ഓക്കെ. ദെൻ യഥോചിതം. യഥോചിതം. യഥ പ്ലസ് ഉചിതം. യഥ പ്ലസ് ഉചിതം. വിസർഗമൊന്നുമില്ല, യഥ പ്ലസ് ഉചിതം. യഥാ പ്ലസ് ഉചിതം എന്ന് ചില പുസ്തകങ്ങൾ എഴുതി കാണുന്നു, തെറ്റ്. യഥ പ്ലസ് ഉചിതം. ഇനി പൊൻ അധികം താമര. പൊൻ അധികം താമര അല്ലെ, അതാണ് പൊൻതാമര അല്ലെ. അതിൽ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, അത് പൊല്ലെന്നാണ്. ചെറിയൊരു തിരുത്തുള്ളത്, ഞാനത് എഴുതി കാണിച്ചുതരാം. പദം ഇങ്ങനെയാണ്, പൊൽ പ്ലസ് താമര എന്നാണ്. പൊല്ല ഇല്ലാണേ, അതായത് ഇങ്ങനെ പൊൽ താമര, ഇതാണ് പദം. അത് പിരിച്ചെഴുതുമ്പോൾ പൊൻ പ്ലസ് താമര എന്ന് കിട്ടും. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയെന്നൂടെ പറഞ്ഞുതരാം. മുൻ പിൻ പൊൻ പൊൽ. പൊൻ മുൻ പിൻ പൊൻ തൻ. തൻ എന്ന ശബ്ദം, തൻ. നോക്കിയേ ഈ പദങ്ങൾ നോക്കിയേ, മുൻ പിൻ പൊൻ തൻ.
ഇവ സന്ധ്യ ചെയ്യുമ്പോൾ മുന്ന് മുല്ലായി മാറും, പിന്ന് പില്ലായി മാറും, പൊന്ന് പൊല്ലായി മാറും, തന്ന് തല്ലായി മാറും. ഇതാണ് പദങ്ങൾ. ഏതൊക്കെയാണ്? മുൻ മുല്ലാകുന്നു, പിൻ പില്ലാകുന്നു, പൊൻ പൊല്ലാകുന്നു, തൻ തല്ലാകുന്നു. ഒന്നുകൂടെ, മുൻ മുല്ലാകുന്നു, പിൻ പില്ലാകുന്നു, പൊൻ പൊല്ലാകുന്നു, തൻ തല്ലാകുന്നു. അത് ആദേശസന്ധിയിൽ വരുന്ന ഒരു റൂളാണ്. മുൻ പിൻ പൊൻ തൻ എന്നീ പദങ്ങൾ മുന്ന് മുല്ലാകുന്നു, പിന്ന് പില്ലാകുന്നു, തന്ന് തല്ലാകുന്നു, പൊന്ന് പൊല്ലാകുന്നു. അങ്ങനെയാകുമ്പോൾ പൊൽ താമര എന്നത് പിരിച്ചെഴുതുമ്പോൾ പൊന്നധികം താമര, പൊന്നധികം താമരയാണ് ചേർത്തെഴുതുമ്പോൾ പൊന്നില്ലായി പൊല്ലായി മാറുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. മുമ്പോട്ട് പോകുന്നു. ദെൻ അത്യന്തം എന്ന പദം. അത്യന്തം, ഞാൻ നേരത്തെ അത്യാഗ്രഹമൊക്കെ പറഞ്ഞ പോലെ അതി അധികം അന്തം അത്യന്തം, അധികം അന്തം അത്യന്തം. ഇനി വീട്ടിൽ, വീട്ടിൽ വീട് പ്ലസ് ഇൽ, വീട് പ്ലസ് ഇൽ, വീട്ടിൽ, വീട് പ്ലസ് ഇൽ, ദ്വിത്വസന്ധ്യ, വീട് പ്ലസ് ഇൽ, വീട്ടിൽ. ഓക്കെ അല്ലേ? മുമ്പോട്ട്. തിൻ തിന്നു, കണ്ടോ? തിന്നു എന്ന പദം നോക്കിയേ, തിന്നു തിന്നു. തിൻ പ്ലസ് തു, തിന്നു തിന്നു. ഓക്കെ, അപ്പൊ തന്നു, തൻ പ്ലസ് തു. ഓക്കെ അല്ലേ? ഇനി കണ്ടു, കണ്ടു കണ്ടു കണ്ടു, അത് കൺ പ്ലസ് തു, കണ്ടു, കൺ പ്ലസ് തു, കണ്ടു. ഓക്കെ, അടുത്തത് നിങ്ങൾ, നിങ്ങൾ നിൻ പ്ലസ് കൾ, നിങ്ങൾ നിൻ പ്ലസ് കൾ. ഇതൊരു പൂജക ശബ്ദം കൂടെയാണ്. നിങ്ങൾ നിൻ പ്ലസ് കൾ. ഇനി ഇവിടം എന്നാണെങ്കിലോ ഈ അധികം ഇടം, ഇവിടം, ഈ അധികം ഇടം, ഇവിടം. ഓക്കെ, ദെൻ ഈ അധികം അള്ള ഇവൾ, ഈ അധികം അൾ ഇവൾ, ഈ അധികം അൾ ഇവൾ. ഇനി കൺ അധികം നീർ, അതാണ് കണ്ണീർ. കൺ അധികം നീർ, കണ്ണീർ. കൺ അധികം നീർ, കണ്ണീർ. അല്ലെ? അതായത് ഈ നകാരം അടുത്ത് കിടക്കുന്നത് ന ശബ്ദമായതുകൊണ്ട് ഈ നായായി മാറി ഇരട്ടിച്ച് വരുന്നതാണ്. ഓക്കെ അല്ലേ? എന്നാൽ കണ്ണിന്റെ എന്നാണെങ്കിലോ കണ്ണിന്റെ, ഇതാണ് വാക്ക് എന്ന് കരുതുക. കണ്ണിന്റെ. ഈ പദം പിരിക്കാൻ, അത് പിരിക്കാൻ ഇത്രയേ ഉള്ളൂ. കൺ അധികം ഇന്റെ, കണ്ണധികം ഇന്റെ, കണ്ണധികം ഇന്റെ, കണ്ണധികം ഇന്റെ മാത്രം. അതായത് ഈ ഇല്ലാതെ ഇന്റെ മാത്രം പഠിച്ചുള്ള എടുത്തിട്ട് കണ്ണധികം ഇന്റെ, കണ്ണിന്റെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മുന്നോട്ട് പോകാലോ. ഏകദേശം പിരിച്ചെഴുത്തിലുള്ള ചില ചോദ്യങ്ങൾ സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് പോകുന്നു. എങ്കിൽ ഇവിടെ നോക്കിയേ, സമത എന്ന വാക്കിന് സമാന അർത്ഥത്തിലുള്ള പദം ഏത്? സമത. സമത. നമ്മളൊരു സമതയിൽ എത്തണം, അല്ലെങ്കിൽ സമമായി വരണം. സമം, സമത, സമം, സമത. അതിനെ കണക്ട് ചെയ്യുക. സമം എന്നാൽ ഇപ്പോൾ ഒരു പദം ഇട്ടു. ഇപ്പൊ എന്താ പറയാ? 4 + 2 എന്ന് പറയുന്നത് എന്തിന് സമമാണ്? 4 + 2 എന്ന് പറയുന്നത് 2 + 4 സമമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എന്താണ് ഈ ഒരു കാര്യം? അല്ലെങ്കിൽ ഇത് അതിന് സമമാണ്, അല്ലെ? ഇത് അതിന് സമമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ 4 + 2 എടുക്കാം. 4 + 2 സമം എത്രയാണ്? 6. 4 + 2 സമം 6 എന്ന് പറയുമ്പോൾ 4 + 2 എന്നുള്ളത് 6-ന് തുല്യമാണ്, അല്ലെങ്കിൽ 6 ആണ്, 6-ന് തുല്യമാണ്. ഇപ്പോൾ ഒരു 4 വര ഇട്ടു, അല്ലെ? അതിന്റെ കൂടെ ഒരു 2 വര കൂടെ ഇട്ടു. അപ്പോഴേക്കും എന്തായി? അത് 6 വരയായി എന്ന് കാണിക്കുന്നില്ല. അത് ഇതിന് സമമാണ് എന്ന് കാണിക്കാനാണ്. അതായത് സമം എന്നാൽ തുല്യത. അപ്പൊ അത് തന്നെ എടുക്കുന്നു. സമം എന്നത്, അല്ലെങ്കിൽ സമത എന്ന വാക്കിന് തുല്യത എന്നാണ് അർത്ഥം എന്നെടുക്കുക. സമത, തുല്യത. ഭംഗിയാണോ? അല്ല. സമ്മതമാണോ? അല്ല. കൃത്യതയാണോ? അല്ല. ഭംഗിക്ക് ശോഭ, ആഭ, ഒളി എന്നൊക്കെയുള്ള പദങ്ങൾ എടുക്കാം, അല്ലെ? അപ്പൊ അത് ബാക്കിയുള്ളതൊന്നും അല്ല. അപ്പൊ ഉത്തരം വരുന്നത് തുല്യതയാണ്. അപ്പൊ ഇവിടെ സമാന പദമാണ്, സമാന അർത്ഥത്തിലുള്ള പദമാണ്, സമാന അർത്ഥത്തിലുള്ള പദം, അല്ലെ? സമത, സമ്മത, സമത എന്നൊക്കെ പറയും പോലത്തെ പദങ്ങൾ. അപ്പോൾ ചില സമാന പദങ്ങളും ചില അങ്ങനെ വരുന്ന കുറച്ച് പദങ്ങൾ പറയാം. ഓക്കെ, അതിൽ തന്നെ ഇന്ന് തന്നെ എന്നോട്, ഞാൻ രാവിലെ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചൊരു പദമായിരുന്നു ഈ ഘാതകൻ, ഘാതകൻ, ഘാതകൻ പോലുള്ള ശബ്ദങ്ങൾ. ഇതൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തുടങ്ങുന്നത്. കാരണം ഇതൊക്കെ ഒരുപാട് കുട്ടികൾക്ക് സംശയമുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെ? ഇതിലാദ്യത്തേത് ഈ ഘാതകൻ എന്ന പദമാണ്. അത് ഘാതകൻ, ഘാതകൻ, ഘാതകൻ എന്നതാണ്. ഘാതകൻ എന്ന വാക്കിന് കുഴിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഘാതകൻ എന്ന വാക്കിന് കുഴിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഘാതകൻ, ഘാതകൻ, കുഴിക്കുന്നവൻ.
അതുപോലെ തന്നെ അതായത് ഈ ഘാതം എന്ന വാക്കിന് കുഴി എന്നാണ് അർത്ഥം. മക്കൾ ആ വാക്ക് പഠിച്ചു വയ്ക്കുക. ഘാതം എന്ന വാക്കിന് കുഴി എന്നാണ് അർത്ഥം. ഇപ്പൊ ഘാതകൻ എന്ന വാക്കിന് കുഴിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഇനി ഖനനം എന്ന വാക്കിന് കുഴിയെടുക്കുക എന്നാണ് അർത്ഥം. ഖനനം എന്ന വാക്കിന് കുഴിയെടുക്കുക എന്നാണ് അർത്ഥം. എന്നാൽ ഖനകൻ എന്ന വാക്കിനോ? ഖനകൻ, ഖനകൻ, ഖനകൻ ഈ വാക്കിനോ? ഖനകൻ കുഴിക്കുന്നവനാണ്. കുഴിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആരാ കുഴിക്കുന്നവൻ? നമ്മൾ ഈ എലീനെ പറയാം, നമുക്ക് എലി അല്ലെ, എലിയെ തന്നെ ഈ പല എലീൻ്റെ തന്നെ പല രൂപങ്ങൾ, അതിൻ്റെ വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള പല രൂപങ്ങൾ നമ്മുടെ വീടിനടുത്തൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ അറിയാം. ഈ വീടിന് ചുറ്റുമൊക്കെ ഇവരിങ്ങനെ കുഴികൾ എടുത്തിടാറുണ്ട് അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് പറയാറുണ്ട്? ഈ ഖനകൻ എന്ന് പറയാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ കുഴിയെടുക്കുന്നവരെന്ന് പറയുന്ന സമയത്ത് ഈ നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരും ചരിച്ചുകളായിരുന്നു, അല്ലെങ്കിൽ തൊഴിലുറപ്പിൻ്റെ ആൾക്കാരെ ചരിക്കരുത്. ഓക്കെ, എൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വരുന്നു. ഖനകൻ എന്ന ഭാഗത്തിന് ഈ പറയുന്ന എന്താണ്? കുഴിക്കുന്നവൻ എന്നാണ്. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടോ, കുഴിക്കുന്നവൻ ഈ വീട്ടിന് ചുറ്റും കുഴിയെടുത്തിടാന്ന് പറയുമ്പോൾ മണ്ണിരയും കുഴിയാനയുടെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. ഈ മണ്ണിരയും കുഴിയാനൊന്നും അത്ര വലിയ കുഴിയൊന്നും അല്ലല്ലോ എടുക്കുന്നത്. ഈ എലിയും അത്ര വലിയ കുഴിയല്ലേ എടുക്കുന്നത്, എങ്കിലും മണ്ണിൽ അത്യാവശ്യം വേലത്തിലൊപ്പിച്ച് വയ്ക്കാൻ അവർക്ക് പറ്റുന്നില്ലേ. സോ ഘനകൻ എന്നത് കൂടുതൽ എലീനുള്ള ഒരു പര്യായമാണ് കേട്ടോ. എലീന് പറയുന്ന ഒരു പര്യായമാണ് ഘനകൻ എന്നുള്ളത്. അപ്പോൾ ഒരു വാക്കുകൂടെ കിട്ടി. നോക്കിയേ, അപ്പോൾ ഘാതകൻ കുഴിക്കുന്നവൻ എന്നർത്ഥം. ഇനി ഈദായാണെങ്കിലോ ഘാതകൻ, ഘാതകൻ ഈ ഖ-ധ-ഗൻ ഇത് കഴിക്കുന്നവൻ എന്നാണ്. അതായത് ഭക്ഷിക്കുന്നവൻ, ഭുജിക്കുന്നവൻ, ഭക്ഷിക്കുന്നവൻ എന്നർത്ഥം. ഈ അടുത്ത് ഒരു കുട്ടി പറഞ്ഞൊരു കോഡ് ഞാൻ ഓർക്കുന്നുണ്ട്. സാർ ഇതിനകത്ത് ദ, അതായത് ഇങ്ങനെ എഴുതുന്നതല്ലേ ദ, ഇതേപോലെയല്ലേ ദോശ എഴുതുന്നത്, ദോശ. അപ്പൊ ആ ദോശ കഴിക്കാൻ ഉപയോഗിക്കുന്നതല്ലേ, ആ ദ ഇവിടെയുണ്ട്. സോ എന്ത് ചെയ്തോണം? അത് കഴിക്കുന്നവനെന്ന് ഓർക്കുക, ദോശ കഴിക്കുന്നവൻ. അപ്പോൾ ഘാതകൻ കഴിക്കുന്നവൻ എന്ന് എടുത്താൽ പോരെ? മതി അല്ലേ? കൊള്ളാം അല്ലേ? അങ്ങനെ എന്ത് ട്രിക്ക് കിട്ടിയാലും നല്ലതാ. നിങ്ങളുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ ട്രിക്കുകൾ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേ, ഉപകാരപ്പെടട്ടെ അല്ലേ? നോക്കിയേ, അപ്പോ ഘാതകൻ കുഴിക്കുന്നവൻ, ഘാതകൻ കഴിക്കുന്നവൻ, ഘാതകൻ ഇത് ഘാതകൻ, ഘാതകൻ കൊലയാളി, ഘാതകൻ കൊലയാളി. ഇതേപോലെയാണ് ഘാതനൻ എന്ന വാക്കിനും കൊലയാളി എന്ന് തന്നെയാണ് അർത്ഥം, കൊലയാളി. അപ്പൊ ഈ പദങ്ങളെല്ലാം പഠിച്ചോണം. ഘാതകൻ, 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 ഘാതനൻ അല്ലേ? പറയുമ്പോൾ എല്ലാം ഒന്നുപോലെ തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, പിന്നെ ശീലമായിക്കോളും. ഓക്കെ, ശരി, മുമ്പോട്ട് പോകാം. ദെൻ പ്രഭാവം എന്ന പദം. പ്രഭാവം, പ്രഭാവം എന്നാൽ മഹിമ അല്ലെങ്കിൽ മഹത്വം എന്നർത്ഥം അല്ലെ? അത് അയാളുടെ പ്രഭാവം, അയാളുടെ പ്രഭാവമാണ് ആ കാണുന്നത് അല്ലെ? പ്രഭാവം എന്നാൽ മഹിമ അല്ലെങ്കിൽ മഹത്വം എന്നാണ് അർത്ഥം, ഒരാളുടെ മഹത്വം എന്നർത്ഥം. ഒന്നുകൂടെ, പ്രഭാവം എന്ന വാക്കിന് മഹിമ അല്ലെങ്കിൽ മഹത്വം എന്നർത്ഥം, പ്രഭാവം. എന്നാൽ പ്രഭവം എന്ന വാക്കിനോ? പ്രഭവം എന്ന വാക്കിന് ഉദ്ഭവം എന്നർത്ഥം. ഒന്നുകൂടെ, പ്രഭാവം മഹിമ, പ്രഭവം ഉദ്ഭവം, പ്രഭാവം മഹിമ, പ്രഭവം ഉത്ഭവം. പ്രഭവ കേന്ദ്രം. ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭൂകമ്പങ്ങളോ അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താണ് മലവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, എങ്കിലും ഒരു എക്സാമ്പിൾ പറയാനായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പ്രഭവസ്ഥാനം ഇവിടെയാണ് എന്ന് നമ്മൾ പറയില്ലേ? പ്രഭവം, അത് ഉത്ഭവം, ആരംഭം എന്ന അർത്ഥത്തിലാട്ടോ. അപ്പോൾ അത് ഉപയോഗിക്കുക. ഇനി പ്രസാദമോ? പ്രസാദം, പ്രസാദത്തോടെയുള്ള മുഖം, പ്രസാദപൂർണം. പ്രസാദം എന്ന വാക്കിന് സന്തോഷം എന്നർത്ഥം. പ്രസാദം എന്ന വാക്കിന് അർത്ഥം എന്താ? സന്തോഷം എന്നാണ്. എങ്കിൽ പ്രാസാദമോ? പ്രാസാദം, മാളിക. പ്രാസാദം എന്താ? മാളിക എന്നർത്ഥം. ഒന്നുകൂടെ, പ്രാസാദം എന്ന വാക്കിന് മാളിക എന്നർത്ഥം. പ്രസാദം എന്നാൽ സന്തോഷം. ഒന്നുകൂടെ, പ്രസാദം എന്നാൽ സന്തോഷം, പ്രാസാദം എന്നാൽ മാളിക എന്നർത്ഥം. ഇനി നളിനം എന്ന വാക്കിനോ? നളിനം, നളിനം താമരപ്പൂവ്. എപ്പോഴും നളിനി എന്ന് കേൾക്കുമ്പോഴാണ് കുട്ടികൾ, ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളൊന്നും അല്ലെ? ഈ എൻ്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ തന്നെ പലരും എന്നോട് ഈ മറുപടി പറഞ്ഞിട്ടില്ലേ അല്ലെ? നളിനം എന്ന വാക്കും നളിനി എന്ന വാക്കും, നളിനി താമര പൊയ്കയാണ്, നളിനം താമര. അത് ഓർക്കാൻ ഞാനൊരു വഴി പറയാറുണ്ട്. നളിനാക്ഷൻ, താമരമിഴി, താമരയ്ക്ക് സമാനമായ മിഴിയോടുകൂടിയവൻ, താമര ഇതിലിന് സമാനമായ മിഴിയോടുകൂടിയവൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? നളിനാക്ഷൻ, അക്ഷി, മിഴി, നയനം, നേത്രം, ലോചനം, കണ്ണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, നളിനാക്ഷൻ താമരയ്ക്ക് സമാനമായ കണ്ണുകളുള്ളവൻ എന്നർത്ഥം. അതിൽ നളിനാക്ഷനാണ്, നളിനീക്ഷനല്ല അല്ലെ? നളിനാക്ഷൻ, നളിനം അല്ലെ? നളിനം താമരപ്പൂവ്, നളിനി താമരപ്പൊയ്ക. സെറ്റല്ലേ? പദങ്ങളൊക്കെ പൊളിയല്ലേ? പഠിച്ചില്ലേ? മുന്നോട്ട്. അജം എന്ന വാക്കിന് ആട് എന്നർത്ഥം, ഗജം എന്ന വാക്കിന് ആന എന്നർത്ഥം.
നിങ്ങൾക്കറിയാം എന്ന് എനിക്കറിയാമെന്ന് നിങ്ങൾക്കും അറിയാം. അപ്പം നമുക്ക് രണ്ടുപേർക്കും അറിയാം എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഇരിക്കട്ടെ, അല്ലെ? അജം ആട്, ഗജം ആന എങ്കിൽ അജ ഗജാന്തരമോ? അജഗജാന്തരം, അല്ലെ? വലിയ വ്യത്യാസം. അജഗജാന്തരം വലിയ വ്യത്യാസം, അജഗജാന്തരം വലിയ വ്യത്യാസം, അല്ലെ? ഇനി അകം ഉൾവശമാണ്, അകം. ഓക്കെ, എങ്കിൽ അക്കം സംഖ്യയും. അകം ഉൾവശവും അക്കം സംഖ്യയുമാണ് എങ്കിൽ ഹേമം. പലപ്പോഴും ഹേമം എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടാറില്ല, അല്ലേ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എനിക്കറിയാം. ഹേമം സ്വർണമാണ്. ഹേമം സ്വർണം. ഞാൻ സാധാരണ ഇതെല്ലാം ഞാനിങ്ങനെ ഇട്ടിട്ട് എഴുതി പോകുന്നത്, കാരണം ഞാൻ എഴുതി അതിന് വേണ്ടി കുറച്ച് സമയം കൂടുതൽ കളയണ്ടല്ലോ. നമ്മുടെ യൂട്യൂബിലത്തേക്കൊക്കെ ആകുമ്പോഴേ ഏറ്റവും കുറഞ്ഞിരുന്നാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മാക്സിമം കണ്ടന്റ് ഞാനിങ്ങനെ തന്നു പോകുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ എഴുതിയേ പോകത്തുള്ളൂ കേട്ടോ. തൽക്കാലം നിങ്ങളൊന്ന് നോക്കി വരിക. ഹേമം സ്വർണമാണ്, എന്നാൽ ഹിമം മഞ്ഞ്, അല്ലേ? ഹിമം മഞ്ഞ്. ഓക്കെ, ഒന്നുമില്ലെങ്കിലും ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയ ചില പാട്ടുകളൊക്കെ അറിഞ്ഞിരുന്നു, ഹിമമഴയായി പൊഴിയും, അല്ലേ? ശരി, നല്ല കാര്യം, പോട്ടെ, മുമ്പോട്ട് പോട്ടെ. അപ്പോൾ ഹേമം സ്വർണമാണ്, ഹിമം മഞ്ഞാണ്. മഞ്ഞ. ഇനി വയസ്സൻ എന്ന വാക്കിന് വൃദ്ധൻ എന്നാണ് അർത്ഥം. വയസ്സൻ എന്ന വാക്കിന് വൃദ്ധൻ എന്നും വയസ്യൻ എന്ന വാക്കിന് കൂട്ടുകാരൻ എന്നാണ് അർത്ഥം, അല്ലേ? കൂട്ടുകാരൻ. ഇപ്പൊ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കളിയാക്കിയെന്നല്ല, അവനോട് നമ്മൾ പറയണത് നീ വയസ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് പറയും? പോയടക്ക എനിക്കത്ര പ്രായമൊന്നുമില്ല, ഞാൻ കൊച്ചെറുക്കനാണ് എന്ന് പറയും, അല്ലേ? എന്നാൽ നമ്മൾ ഉദ്ദേശം എന്താ? നീ എൻ്റെ കൂട്ടുകാരനാണ് എന്ന അർത്ഥത്തിലാണ്. വയസ്യൻ എന്നാൽ കൂട്ടുകാരൻ എന്നാ. വയസ്സൻ വൃദ്ധൻ എന്നാണ്, അല്ലേ? നോക്കിയേ, അനലനോ? അനലൻ അഗ്നി എങ്കിൽ അനിലനോ? അനിലൻ കാറ്റാണപ്പ. എന്താ സംഭവം? നോക്കിയേ, അനലൻ അഗ്നിയാണ്, അനിലൻ കാറ്റാണ്. അനലൻ അഗ്നി, അനിലൻ കാറ്റ്. അനിലജൻ വായുപുത്രൻ, അനിലജൻ, അല്ലെ? അനിലജൻ. എന്നാൽ അനലജനോ? അത് അഗ്നിപുത്രൻ എന്നർത്ഥം. അപ്പൊ ജൻ എന്ന പദത്തിന് ജനിച്ചവൻ എന്നാണ് ആ ഒരു ശബ്ദത്തിന്റെ അർത്ഥം. അതുകൊണ്ട് അതുകൂടെ ഒക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ദെൻ അടുത്ത് നമ്മൾ പോകുന്നത് അതേ ചോദ്യപേപ്പർ 88/2025 അടുത്ത ചോദ്യത്തിലേക്കാണ്. കഴിഞ്ഞ CPO നമ്മുടെ പെൺപുലികളെ അത്രയും അല്ല, കുറച്ചുപേരെങ്കിലും ബുദ്ധിമുട്ടിച്ച ചോദ്യപേപ്പറാണ്. അപ്പൊ അതിന്റെ മലയാളമൊക്കെ ഒന്ന് നോക്കി വരാൻ നോക്കുക, അല്ലെ? നോക്കിയേ, 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം വ്യാഴവട്ടമുണ്ട്, സഹസമുണ്ട്, അഷ്ടകമുണ്ട്, പതികമുണ്ട്. വ്യാഴവട്ടക്കാലം, ഒരു വ്യാഴവട്ടക്കാലം എന്നാൽ 12 വർഷക്കാലം എന്നാ. 12 വർഷക്കാലം. അത് ഓർമ്മിക്കാൻ ഒരു കുഞ്ഞു വഴി ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യാഴത്തിൽ, അതായത് ഒരു ഞായർ തുടങ്ങുന്നത് ഒരു വ്യാഴം തുടങ്ങി അടുത്ത വ്യാഴം എത്താൻ എത്ര ദിവസം വേണ്ടി വരും നോക്കിയാൽ മതി. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, 12 ദിവസം. ഒരു കടക്കം കറങ്ങി വന്നു എന്ന് ഓർത്താലും മതി. എൻ്റെ ഒരു പോയിന്റ് അതാ. ഞാൻ കുട്ടികളോട് ചിന്തിക്കാൻ പറയുന്ന ഒരു വഴിയതാ, ഒരു കോളായിട്ടിരിക്കട്ടെ. അപ്പോൾ വ്യാഴവട്ടം 12 വർഷക്കാലമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചില പ്രധാനപ്പെട്ട, ഇത് അടുത്ത കാലത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളിൽ PSC ചോദിച്ചു കണ്ട കുറച്ച് ഒറ്റപ്പദങ്ങളൊന്നും എടുക്കുന്നു എന്ന് മാത്രം. നോക്കിയേ, ദീർഘവീക്ഷണമുള്ള ഒരാളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ക്രാന്തദർശി എന്ന് വിളിക്കും. എന്ത് വിളിക്കുന്നുണ്ട്? ദീർഘമായ വീക്ഷണമുള്ളവൻ, അല്ലെ? ദീർഘമായ വീക്ഷണമുള്ള ഒരാളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ക്രാന്തദർശി എന്ന് വിളിക്കും. ക്രാന്തദർശി, ക്ലിയർ അല്ലേ? ക്രാന്തദർശി. അങ്ങനെയാണെങ്കിൽ നല്ല പൊക്കമുള്ളവൻ അവനാണ് പ്രാംശു. 2024 PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 2024 ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിതിങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി പറഞ്ഞാണ്, സാർ അവനെ കൊന്നത്തെങ്ങെന്ന് വിളിച്ചാൽ മതി, അല്ലേ? കൊന്നത്തെങ്ങെന്ന് വിളിക്കണ്ട കേട്ടോ, കൊന്നത്തെങ്ങ്. നോക്കിയേ, കൊന്നത്തെങ്ങ്, അല്ലേ? തെങ്ങ്. ഈ എൻ്റെ പ്രശ്നം എന്താ പറയുക, എന്നെ സംബന്ധിച്ചത് എൻ്റെ ഈ കുറേ കഥകളാണ്. എൻ്റെ ഈ കഥകൾക്കകത്തും ഈ ഉദാഹരണങ്ങൾക്കകത്തുമാണ് എൻ്റെ ചോദ്യങ്ങൾ എത്രയും കിടക്കുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ അതൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞാണ്, സാർ അവനെ കൊന്നത്തെങ്ങ് എന്ന് വിളിച്ചാൽ മതിയെന്ന്. സത്യത്തിൽ അവിടെ നമുക്കൊരു ചോദ്യമുണ്ട്, കൊന്നത്തെങ്ങ്. ഈ 2 രീതിയിൽ ഈ പദം എഴുതാം, അല്ലേ? കൊന്നത്തെങ്ങ് 2 രീതിയിൽ നമുക്ക് ഈ പദം എഴുതാം. ഇതിലേതാണ് ശരിയായ പദം? കൊന്നത്തെങ്ങ് ശരിയായി എഴുതുന്നത് എങ്ങനെയാ? ഏതാണ് നിങ്ങളുടെ ഉത്തരം? ഒന്ന് പറഞ്ഞു തന്നെ നോക്കട്ടെ. ഇതിലേതാ നിങ്ങളുടെ ഉത്തരം? കൊന്നത്തെങ്ങ്. മക്കൾ ഓർക്കുക, ഇവിടെ കൊന്നത്തെങ്ങ് ശരിയായി ഇടുന്നത് ഇതാണ്. കാരണം ഇത് കൊന്ന തെങ്ങാണ്. അതായത് കൊന്ന പ്ലസ് തെങ്ങാണ് ആക്ച്വലി കൊന്നത്തെങ്ങ്. ഇത് നോക്ക്, ഇത് കൊന്ന തെങ്ങ്
ഇപ്പം നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തായിട്ട് തോന്നും, ഇത് ശരിയായി തോന്നും, അത് തെറ്റാ, ഇതാണ് ശരി. കൊന്ന തെങ്ങ് താക്കിരട്ടിപ്പുണ്ട്. ഭംഗി നോക്കല്ലേ, ഭംഗി ചിലപ്പോൾ ഒരു ഇതായിരുന്നായിരിക്കും. ഭംഗി നോക്കല്ലേ, ഭംഗിയിലൊന്നും അല്ല അല്ലേ, പുറമേ കാണുന്നല്ലേ, ഉള്ള് അത് നോക്കി വെച്ചോണം അല്ലേ. ശരി, സന്തോഷം. മുമ്പോട്ട്. കാണുവാൻ ആഗ്രഹിക്കുന്ന ആളിനെ ആരെ നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്ന ആളെന്നല്ല കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം കാണുവാൻ ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവനെ നമ്മൾ ദിദൃക്ഷു എന്ന് പറയും. ക്ഷമിക്കുക, ദിദൃക്ഷു എന്ന് പറയുന്നു. മക്കളെ 3 വാക്കുകൾ ഒന്നുകൂടെ. ദീർഘവീക്ഷണമുള്ള ആളാണെങ്കിൽ അവനെ എന്ത് പറയുന്നു? ക്രാന്തദർശി എന്ന് പറയും. എന്ത് പറയുന്നു? ക്രാന്തദർശി. അതേസമയം പൊക്കമുള്ളവൻ പ്രാംശു അല്ലെ, കാണുവാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃക്ഷു. ഇനി വ്യാകരണം അറിയുന്നവനെയോ? വ്യാകരണം അറിയുന്നവൻ അവൻ വൈയാകരണൻ. എല്ലാ ജനങ്ങൾക്കും ബാധകമായത്. അടുത്ത ചോദ്യം വരുന്നു, പ്രീവിയസാ. എല്ലാ ജനങ്ങൾക്കും ബാധകമായത് സാർവജനീയം, എല്ലാ ജനങ്ങൾക്കും ബാധകമായത് അല്ലെ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ, എല്ലാ ജനങ്ങൾക്കും ബാധകമായത് സാർവജനീയം. ഇനി പശ്ചാത്തപിക്കുന്നയാൾ അവനാണ് അനുതാപി. എന്താ സംഭവം? അനുതാപി. പശ്ചാത്തപിക്കുന്നവൻ എന്തു പറയുന്നു? അനുതാപി എന്ന് പറയും. പശ്ചാത്തപിക്കുന്നവൻ അനുതാപി. കൃതജ്ഞത നന്ദിയില്ലാത്തവൻ, അല്ലെങ്കിൽ വേണ്ട, കൃതജ്ഞത ഇല്ലാത്തവൻ. അത് ചിലപ്പോൾ കടുത്തു പോകും, അതിൻ്റെ ടോണൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം. എന്തിനാ വെറുതെ ട്രോൾ വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ കൃതജ്ഞത ഇല്ലാത്തവൻ എന്ന് പറയുമ്പോൾ കൃതജ്ഞൻ. ആ പദം പഠിച്ചു വയ്ക്കണേ. ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായൻ. സെറ്റല്ലേ. ഇനി നോക്കിയേ, ആർക്കും വധിക്കാൻ കഴിയാത്തയാൾ. ഇങ്ങനൊരു ചോദ്യം തന്നിട്ട് ഓപ്ഷനിൽ അമരൻ എന്നോ ചിരഞ്ജീവി എന്നൊക്കെ കൊടുത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി അതിലിട്ടിക്കും. അത് തെറ്റാ അല്ലെ. അമരൻ എന്നാൽ മരണമില്ലാത്തവൻ എന്നർത്ഥം, ചിരഞ്ജീവി ചിരകാലം ജീവിക്കുന്നവൻ എന്നാ അല്ലെ. എന്നാൽ ആരാലും വധിക്കപ്പെടാത്തവൻ അനവദ്യൻ എന്നാണ്. അനവദ്യൻ. ഓക്കെ. ദെൻ ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ അത് പതിവ്രത. ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത അല്ലെ. ഭാര്യയിൽ നിഷ്ഠ ഉണ്ടാകണം അല്ലെ. അത് ഭർത്താവിന് മാത്രമല്ലല്ലോ, ഭാര്യയ്ക്കും ബാധകമാണ് അല്ലെ. ഭാര്യയ്ക്ക് മാത്രമല്ല, ഭർത്താവിനും ബാധകമാണ്. ഭാര്യയിൽ നിഷ്ഠയുള്ള ഉണ്ടാവണം, സ്വാഭാവികം. ഓക്കെ, ഓട്ടെ. ദെൻ കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ കളത്രം. ഈ കളത്രം എന്ന വാക്കിന് ഭാര്യ എന്നാണ് അർത്ഥം. ഇത് PSC അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ 10th ടെക്സ്റ്റ് ബുക്കിൽ. അതായത് ഇപ്പോൾ മാറിയ ടെക്സ്റ്റ് ബുക്കിൽ ലക്ഷ്മണ സാന്ത്വനമൊക്കെ ഉൾപ്പെടുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് പുത്രമിത്ര കളത്രാദി സംഗമം എന്നൊരു വാക്കുണ്ട്. പുത്രമിത്ര കളത്രാദി സംഗമം, പുത്രന്മാര്, മിത്രങ്ങൾ, കളത്രം, ഭാര്യ. അപ്പൊ ഇതൊക്കെ തന്നെ അതിൻ്റെ അകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഈ പദങ്ങൾ. അതിൽ കളത്രം എന്ന പദം എടുത്തെടുത്ത് പറയുന്നുണ്ട്. PSC ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം. കളത്രം ഭാര്യ എന്നർത്ഥം. കളത്രം എന്നാൽ കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ. ദെൻ അടുത്തതാ ശ്രദ്ധിച്ചേ, കാണാത്തതിൽ വിശ്വസിക്കാത്തവൻ. കണ്ണുകൊണ്ട് കണ്ടാലേ അവൻ വിശ്വസിക്കത്തുള്ളൂ. അവനാണ് നാസ്തികൻ. അടുത്ത കാലത്ത് ഏതോ ഒരു കോമഡി പ്രോഗ്രാം കണ്ട സമയത്ത് അതിലെ ഒരു കഥാപാത്രം, ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഇത് പറയുന്നുണ്ട്, അയ്യോ എൻ്റെ നാസ്തികനെ കാണാനില്ല, ഈ നാസ്തികൻ ഉണ്ടായിരുന്ന പേജ് മാത്രം അമ്മ കീറിക്കളഞ്ഞു എന്ന് പറയുന്നൊരു ഒരു രസകരമായൊരു തമാശ ഞാൻ ഈ അടുത്ത കാലത്ത് എപ്പോഴോ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ. അപ്പോൾ നാസ്തികൻ എന്ന വാക്കിന് കാണാത്തതിൽ വിശ്വാസമില്ലാത്തവൻ എന്നാട്ടോ അർത്ഥം. ഇനി അന്യൻ്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത അത് ഇച്ചിരി കൂടുതലുള്ളവരാണ് നമുക്ക് ചുറ്റും, പ്രത്യേകിച്ച് പലരും. ഓക്കെ. അന്യൻ്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയെ നമ്മൾ ഈർഷ്യ എന്ന് വിളിക്കുന്നു. മറ്റൊരാളുടെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയെ ഈർഷ്യ എന്ന് വിളിക്കുന്നു അല്ലേ. ഇതിനടുത്തതാ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം. അവിടെ ഓർത്തു വെക്കുക, ജാഗരം എന്ന പദത്തിൻ്റെ വിപരീത പദം സുഷുപ്തി എന്നതാണ്. ജാഗരമെന്നോ ജാഗരണമെന്നോ ഒക്കെ ചോദിക്കാം. ജാഗരണമെന്നോ ഒക്കെ ചോദിക്കാം കേട്ടോ. പദം പഠിച്ചു വേണം. അപ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണ്? ജാഗരമാണ്.
ക്ലിയർ അല്ലേ? അപ്പോൾ ആ ചോദ്യം നമ്മൾ അവിടെ വിടുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്ന ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നത്, ബഹുത്വം ബഹുവചനത്തെ സൂചിപ്പിക്കുന്നത് അല്ലെ? ഇത് വളരെ വളരെ മികച്ചൊരു ചോദ്യമായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ഇതിനകത്ത് ബഹുവചനത്തെ സൂചിപ്പിക്കുന്നത്, ഓക്കെ, ഇതിനകത്തെ പദങ്ങൾ നമുക്കൊന്ന് മാറ്റി നോക്കാം. സ്വാമികളുണ്ട്, അത് ബഹുവചനമല്ല, സ്വാമികൾ ഏകവചനമാണ്, പക്ഷെ അതൊരു പൂജക ബഹുവചന ശബ്ദമാണ്. ഉദ്ധവർ ഉണ്ട്, ഉദ്ധവറും നമുക്ക് ഒരു പൂജക ബഹുവചന ശബ്ദമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഉദ്ധവർ എന്ന ഉദ്ധവൻ, ഉദ്ധവർ എന്നുള്ള പദം നമുക്ക് കൊടുക്കാം. ചോന്നവർ, ചൊന്നവർ അല്ലെ, ചൊന്നവർ എന്നല്ലല്ലോ, ചൊന്നവർ, ചൊന്നവർ എന്നാൽ പറഞ്ഞവർ എന്നർത്ഥം. ചൊല്ലുക, പറയുക, ചൊന്നവർ പറഞ്ഞവർ, അത് പറഞ്ഞവർ, അത് എന്തല്ല, ബഹുവചനമാണ്, അത് ഏകവചനമല്ല, അതായത് പൂജക ബഹുവചനമല്ല, അത് സാധാരണ ബഹുവചനമാണ്. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് അലിംഗ ബഹുവചനം എന്നൊക്കെ പറയാം. ചൊന്നവർ എന്ന പദം. വസുദേവർ, വസുദേവരും പൂജക ബഹുവചനമാണ്. ആക്ച്വലി നിങ്ങളുടെ ചിലരുടെയെങ്കിലും ചിന്തയിൽ വരും, സാർ ഇതിലിപ്പം 4 സാറ് ഏതെങ്കിലും ഒരു തരത്തിൽ ബഹുവചനം പറഞ്ഞല്ലോ, ഇത് മൂന്നും പൂജക ബഹുവചനം എന്ന് പറഞ്ഞു, ഇത് മാത്രമാണ് സാറ് അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെല്ലാത്തിലും ബഹുവചനം അല്ലേ ഉണ്ട്. സത്യത്തിൽ ഓർക്കേണ്ടത് എല്ലാ ബഹുവചനങ്ങളും, എല്ലാ ബഹുവചന ശബ്ദങ്ങളും, ഈ ഒരു ഏകവചന ശബ്ദം ബഹുവചനമാകണമെങ്കിൽ അൾ, കൾ, മാർ, അർ, ഈ 4 ശബ്ദങ്ങളിൽ ഒന്ന് ചേർക്കണം. ഈ 4 ശബ്ദങ്ങൾ ഒന്ന് ചേർത്താൽ മാത്രമേ നമുക്കൊരു ബഹുവചന ശബ്ദം കിട്ടൂ. അതൊരു നമ്മുടെ ഒരു റൂളാണ്. അതായത് ഏതൊരു ശബ്ദവും ബഹുവചനം ആകണമെങ്കിൽ എന്ത് ചേർക്കണം? ARന്റെ അഭിപ്രായം അനുസരിച്ച് അള്ളും, കള്ളും, മാറും, അറും ചേർക്കണം. ചേർക്കാതെ എന്ത് വരില്ല? ബഹുവചനം വരില്ല. ഇനി എല്ലാ ബഹുവചന ശബ്ദങ്ങളും, നമ്മളിപ്പോൾ ബഹുവചന ശബ്ദങ്ങൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിനകത്ത് തന്നെ പല പിരിവുകളുണ്ട്. അതിൻ്റെ അകത്തൊന്നാണ് പൂജക ബഹുവചനം. പൂജക ബഹുവചനം ഓർത്ത് വയ്ക്കുക. എല്ലാ ഏകവചന ശബ്ദങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ബഹുവചനമാക്കാനായിട്ട് അൾക്കൾ മാറർ ചേർക്കണം. പക്ഷേ ഇതിനകത്ത് തന്നെ പൂജക ബഹുവചനം ഒരു ടൈം വരും. പൂജക ബഹുവചനം ഒരു വ്യക്തിയുടെ സ്ഥാനത്തെയോ അല്ലെങ്കിൽ അയാളുടെ ജോലിയെയോ അല്ലെങ്കിൽ അയാളുടെ എന്തിനെങ്കിലും ഒരു കാര്യത്തെ, അയാളുടെ കഴിവിനെയൊക്കെ മാനിച്ചുകൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന ബഹുമാന സൂചകമായ ശബ്ദമാണ്. അപ്പോൾ ഓർക്കുക, അൾ, കൾ, മാർ, അർ ഇവ ചേർത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് അതായത് ബഹുവചന ശബ്ദം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇനി പൂജക ബഹുവചനം എന്തായിരുന്നു? ഞാൻ ഇപ്പൊ പറഞ്ഞതുള്ളൂ. പൂജക ബഹുവചനം എന്തായിരുന്നു? ഓർത്ത് വയ്ക്കുക. പൂജക ബഹുവചനം എന്നാൽ ഒരു വ്യക്തിയുടെ സ്ഥാനത്തെയോ എന്തിനെങ്കിലും ബഹുമാനിച്ചുകൊണ്ട് അയാൾക്ക് ബഹുമാന സൂചകമായി കൊടുക്കുന്ന ശബ്ദം. ഓർത്ത് വയ്ക്കുക, എല്ലാ പൂജക ബഹുവചന ശബ്ദങ്ങളും ഏകവചനമായിരിക്കും. ഒന്നുകൂടെ, എല്ലാ പൂജക ബഹുവചന ശബ്ദങ്ങളും ഏകവചനമായിരിക്കും. ഓക്കെ അല്ലേ? ഓർക്കണം. കാരണം ഇപ്പൊ സ്വാമികൾ പേരിൽ എത്ര പേരുണ്ട്? ഒരാളെ ഉള്ളൂ. എങ്കിലും നമ്മൾ പറയുമ്പോൾ സ്വാമികൾ എന്ന് പറയും, ബഹുവചനമായി പറയും. അപ്പോൾ പൂജക ബഹുവചനാണെങ്കിലും അത് ഏകവചനമായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ബഹുത്വത്തെ, അപ്പൊ ബഹുവചനം തന്നെ വേണം. ചൊന്നവർ എന്ന് പറയുമ്പോൾ പറഞ്ഞവരെന്ന, അതിൻ്റെ അകത്ത് എണ്ണ കൂടുതലുണ്ട്. അപ്പൊ ഇതില് മറ്റ് ചില എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഇവിടെ നോക്കിയേ, യാത്രക്കാർ. ഈ യാത്രക്കാരെന്ന് പറയുന്ന പദം, ഇപ്പോൾ നമുക്ക് പൊതുവെ ഞാൻ ഈ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഈ വാക്കുകളെ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും തിരിക്കുക. PSC ഇങ്ങനെ ചോദിക്കും. ഓപ്ഷൻ A എന്ന് പറയുന്നത് ഏകവചനം. ഓപ്ഷൻ B എന്ന് പറയുന്നത് സലിംഗ ബഹുവചനം. ഓപ്ഷൻ C എന്ന് പറയുമ്പോൾ അലിംഗ ബഹുവചനം. ഓപ്ഷൻ D എന്ന് പറയുമ്പോൾ പൂജക ബഹുവചനം. അപ്പൊ നമുക്ക് പഠിച്ചാൽ 1 മാർക്ക് കിട്ടുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഇതിൽ ഏകവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മാത്രം, ഒന്നിനെ മാത്രം സൂചിപ്പിക്കുന്നുവെങ്കിൽ, അതായത് ഒരു നാമപദം അങ്ങനെ തന്നെ എഴുതി കഴിഞ്ഞാൽ ഏകവചനമായിരിക്കും. അല്ലെങ്കിൽ ഒരു പൂജക ബഹുവചന ശബ്ദം കൊടുത്താൽ ഏകവചനമായിരിക്കും. ഇനി സലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ സ്ത്രീ, പുരുഷ, നപുംസക ശബ്ദങ്ങളുടെ ബഹുത്വത്തെ കാണിക്കുന്നത് സലിംഗ ബഹുവചനം. ഒന്നുകൂടെ, സ്ത്രീ, പുരുഷ, നപുംസക ശബ്ദങ്ങളുടെ ബഹുത്വത്തെ കാണിക്കുന്നത് സലിംഗ ബഹുവചനം. ഓക്കെ. അലിംഗ ബഹുവചനം സ്ത്രീ പുരുഷ ഭേദം ഉണ്ടായിട്ടും അത് പ്രകടമാക്കാത്തത് അലിംഗ ബഹുവചനം. ഒന്നുകൂടെ, സ്ത്രീ പുരുഷ ഭേദം ഉണ്ടായിട്ടും അത് പ്രകടമാക്കാത്തത് അലിംഗ ബഹുവചനം. ദെൻ പൂജക ബഹുവചനം എന്ന് പറയുമ്പോൾ എന്താണ്? ബഹുമാന സൂചകമായി ഒരു നാമത്തിൽ നൽകുന്ന അഡീഷണൽ ആയിട്ടുള്ള ശബ്ദം, അല്ലെങ്കിൽ ഒരു ബഹുമാന സൂചകമായി നൽകുന്നതാണ്. അത് ഏകവചനമായിരിക്കും. അപ്പോൾ ഈ കാണുന്നതിൽ ഏത് വിഭാഗത്തിലാണ് ഇതൊക്കെ പെടുന്നത് നോക്കാം. നോക്കിയേ, ആദ്യം വരുന്ന യാത്രക്കാർ എന്നതിൽ സ്ത്രീയും ഉണ്ടാകാം പുരുഷനും ഉണ്ടാകാം അല്ലെ? അപ്പോൾ അത് അലിംഗ ബഹുവചനമാണ്. ഇത് അലിംഗ ബഹുവചനം. ഓക്കെ. കാഴ്ചക്കാരിൽ സ്ത്രീയും പുരുഷനും ഉണ്ടാകാം. അപ്പോൾ അത് അലിംഗ ബഹുവചനമാണ്. ഓക്കെ. ഇനി ധൃതരാഷ്ട്രർ അല്ലെ, ധൃതരാഷ്ട്രർ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ്. സോ അത്
പൂജക ബഹുവചനം. ധൃതരാഷ്ട്രർ പൂജക ബഹുവചനം. ഭീഷ്മർ, ഭീഷ്മ പിതാമഹൻ ഭീഷ്മർ അല്ലെ, അതും പൂജക ബഹുവചനമാണ്. ആളൊരാളേ ഉള്ളൂ, ഭീഷ്മർ ആളൊരാളേ ഉള്ളൂ, അയാളുടെ സ്ഥാനത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ്. പേര് ഭീഷ്മൻ എന്ന, ധൃതരാഷ്ട്രൻ എന്ന. ഓക്കെ, ഗുരുക്കൾ പൂജക ബഹുവചനം, സ്വാമികൾ പൂജക ബഹുവചനം. ഓക്കെ, അധ്യാപകർ പൂജകാണോ? അല്ല, അധ്യാപകർ എന്നതിൽ സ്ത്രീയും പുരുഷനുമുണ്ട്, അധ്യാപകരുമുണ്ട്, പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട് അല്ലെ. സോ അത് അലിംഗ ബഹുവചനമാണ്, അലിംഗം. കേമർ, കേമർ സ്ത്രീയും പുരുഷനുമുണ്ട്, അലിംഗ ബഹുവചനം. പെങ്ങൾ, പെങ്ങൾ ഒന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. പെങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്ത്, എന്നിട്ട് ഞാൻ പറയാം. ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ, കമന്റ് ഡിലീറ്റ് ചെയ്യരുത്. ഓക്കെ, കമന്റ് ചെയ്തേ. പെങ്ങൾ ഏതിൽ വരും? ഏകവചനമാണോ, സലിംഗ ബഹുവചനമാണോ, അലിംഗ ബഹുവചനമാണോ, പൂജക ബഹുവചനമാണോ? പറയട്ടെ. ഓക്കെ, പെങ്ങൾ ഏകവചനം അല്ലെ, പെങ്ങൾ ഏകവചനമാണ്, കാരണം ഒരാളല്ലേ ഉള്ളൂ. പെങ്ങൾ, പെങ്ങന്മാർ വരണം, പെങ്ങന്മാർ വരണം സലിംഗ ബഹുവചനത്തിലേക്ക്. ഓക്കെ, ഇനി മകളോ, മകളും ഏകവചനം, മകളും ഏകവചനം, മകളും ഏകവചനം. ക്ലിയർ അല്ലേ? മകളും ഏകവചനമാണ്. ഇനി അതിൽ ഒരു വാക്കുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വരാം അങ്ങോട്ട്. ഓക്കെ, ഒരു പക്ഷേ മരങ്ങൾ എന്നാണ് വാക്കെങ്കിലോ, മരങ്ങൾ, മരങ്ങൾ അത് സലിംഗ ബഹുവചനമാണ് കേട്ടോ, സലിംഗ ബഹുവചനം. കാരണം മരം ഒരു നപുംസക ശബ്ദമാണ്, നപുംസക ശബ്ദം. ഇനി ഗായകന്മാർ എന്നാണെങ്കിലോ, ഗായകന്മാർ, ഗായകന്മാർ എന്നാണെങ്കിലോ അതും സലിംഗ ബഹുവചനമാണ്, സലിംഗ ബഹുവചനം. ഓക്കെ, സലിംഗ ബഹുവചനം. സീനായി പോയോ? സലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം. ഇനി അതേപോലെ തന്നെ നക്ഷത്രങ്ങളാണെങ്കിലോ, നക്ഷത്രങ്ങൾ, ഞാൻ അതിൽ സലിംഗം പറയാൻ വിട്ടുപോയി, അതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സലിംഗ ബഹുവചനം. നക്ഷത്രവും അതുപോലെയാണ്, നക്ഷത്രവും എന്താണ്? നപുംസക ശബ്ദമാണ്, സോ അതും സലിംഗമാണ്. അപ്പോൾ സ്ത്രീയോ പുരുഷനോ നപുംസക ശബ്ദങ്ങളോ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് സലിംഗമാണ്, അല്ലാത്തതൊക്കെ അലിംഗമാണ്. ബഹുമാന സൂചകമായി വന്നു കഴിഞ്ഞാൽ പൂജകമാണ്. സെറ്റാണേ. ഇപ്പൊ ഈ ചോദ്യ പേപ്പറിൽ തന്നെ ഏറ്റവും മികച്ച അടുത്തൊരു ചോദ്യം വരുന്നു, ശുദ്ധരൂപം ഏതാ? ശുദ്ധരൂപം എന്ന് പറഞ്ഞാൽ എന്താ? പദശുദ്ധി തന്നെയാ ചോദ്യം അല്ലെ. ശുദ്ധരൂപം. ഇവിടെ ചോദ്യങ്ങൾ നോക്കിയേ. അഷ്ടമുഷ്ടിയുണ്ട്, അഷ്ടമുഷ്ടി ഉണ്ട്, അഷ്ടമുഷ്ടി, അഷ്ടമുടി, സോറി അഷ്ടമുഷ്ടി ഡി അല്ലെ. ഇതിലേതാണ് ശരിയെന്നാണ് ഇവിടെ. അഷ്ടമുഷ്ടി ഇതാണ് ശരിയായ പദം, അഷ്ടമുഷ്ടി, അഷ്ടമുഷ്ടി. സെറ്റ് അല്ലേ? അഷ്ടമുഷ്ടി എന്ന് പറയുന്നത് ഇതാണ് ശരിയായ പദം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചില ശരിയായ പദങ്ങൾ നമുക്കൊന്ന് നോക്കി വന്നാലോ. അപ്പൊ ഇവയിൽ കൂടുതലും PSC ചോദിച്ച് കാണുന്ന പദങ്ങളാണ്, ഞാൻ ആ പദങ്ങൾ മാത്രമേ എടുക്കുന്നു. മുമ്പ് ഞാൻ ഈ പറഞ്ഞ തെറ്റും ശരിയായിട്ട് എടുക്കും. അപ്പോൾ ഈ തെറ്റും ശരിയുമായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചില കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൽ തെറ്റ് ഓർത്തിരിക്കുമോ എന്നൊരു ഭയം കുട്ടികൾ ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ വാക്കുകൾ മാത്രം എടുത്തു വരുന്നത്. നമുക്ക് ആദ്യത്തേത് പരവതാനി എന്നുള്ളതാണ്. നമ്മൾ പരവതാനി, താനി എന്നാണ്, പരവധാനി, ധാനി എന്ന് പറഞ്ഞ് എല്ലാവരും ധായാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. ഈ പദം അത് തെറ്റാട്ടോ. പരവതാനി അതല്ല, ഏത് തന്നെയാണ്? ഇത് തന്നെയാണ്, പരവതാനി, ഇതാണ് ശരി. ഓക്കെ, ഇനി പരിചയം എന്നതാണ്, ഇതാണ് പരിചയം, അല്ലാതെ ജ അല്ല. അതായത് പരിചയം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാ, പരിചയം അല്ലെ, തെറ്റാ, അതാ ശരി. പരവതാനി അല്ലെ, ഇങ്ങനെയൊക്കെ എഴുതി കണ്ടിട്ടുള്ള തെറ്റാ. ഓക്കെ, ദെൻ പരിതസ്ഥിതി, പരിതസ്ഥിതി അതിങ്ങനെയാ കേട്ടോ, പരിതസ്ഥിതി എഴുതുന്നത് പരിതസ്ഥിതി, ഇതാണ് ശരിയായ പരിതസ്ഥിതി. ഓക്കെ, ദെൻ പാണിഗ്രഹണം, പാണിഗ്രഹണം, ആ ഗ്ര ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാലും തെറ്റിപ്പോവും, ഇതാണ് ശരി, പാണിഗ്രഹണം. ഓക്കെ, ദെൻ നിഖണ്ഡു, നിഖണ്ഡു, നിഖണ്ഡു പദശുദ്ധി, നിഖണ്ഡു ഇങ്ങനെയാ, പല രീതിയിൽ അത് എഴുതി കാണാറുണ്ട്, ഇതാണ് ശരി. നിശബ്ദം, ശാക്കിരട്ടിപ്പുണ്ട്, നിശബ്ദത്തിൽ ശാക്യ ഇരട്ടിപ്പുണ്ട്, ഇങ്ങനെയാണ് നിശബ്ദം. നമ്മൾ ഒരു ശായിട്ട് എഴുതി കാണുന്നത്, ഇതാ ശരി, നിശബ്ദം. ഇനി നിഷ്ഠൂരം, നിഷ്ഠൂരം, ഈ നിശബ്ദമൊക്കെ നമ്മൾ അത്രയേറെ ഉപയോഗിക്കുന്നുവെങ്കിലും തെറ്റിച്ചുകള എന്ന ചില പദങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലളിതമായിട്ടുള്ള പദങ്ങൾ എടുത്തത്. ഓക്കെ, നിഷ്ഠൂരം. ദെൻ തുല്യദുഃഖിതർ, തുല്യദുഃഖിതർ, ലാക്കിരട്ടിപ്പ് വേണ്ട, ദു കഴിഞ്ഞ് വിസർഗം വേണം. ഓക്കെ, ദെൻ തുളസി, തുളസി, തുളസി എന്നൊന്നുമല്ല, തുളസി. ദ്വന്ദ്വയുദ്ധം, ദ്വന്ദ്വയുദ്ധം അതൊക്കെ പ്രീവിയസ് സാധനങ്ങളാ, ദ്വന്ദ്വയുദ്ധം, ദ്വന്ദ്വയുദ്ധം. ഓക്കെ, ധനഞ്ജയൻ, ധനഞ്ജയൻ, സുഭദ്ര ധനഞ്ജയ കഥ, എങ്ങനെയാ? ധനജയൻ, സുഭദ്ര ധനജയൻ, ഇങ്ങനെ സുഭദ്ര
ധനഞ്ജയൻ അല്ലെങ്കിൽ ധനഞ്ജയം. കാരണം ഈ സുഭദ്ര ധനഞ്ജയ കഥയെ അടിസ്ഥാനമാക്കിയാണ് നങ്ങ്യാർകൂത്ത് പ്രവർത്തിക്കുന്നത്. സുഭദ്ര ധനഞ്ജയ കഥയെ അടിസ്ഥാനമാക്കിയാണ് നങ്ങ്യാർകൂത്ത്. ഇത് നങ്ങ്യാർകൂത്ത് പ്രവർത്തിക്കുന്നത് സുഭദ്ര ധനഞ്ജയ കഥ അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു പോയിന്റ് കൂടെ അഡീഷണൽ കിട്ടി. ധനഞ്ജയൻ ചാമ്പയ്ക്ക, നമ്മൾ ജാമ്പയ്ക്ക എന്ന് പറയും. ചാമ്പയ്ക്ക, ചാമ്പയ്ക്ക. ആഡംബരം, ആഡംബരം. ആയുർവേദം, ആയുർവേദമല്ല ആയുർവേദം. ഓക്കെ. ആച്ഛാദനം, ആച്ഛാദനം. ഉപവിഷ്ടൻ, ഉപവിഷ്ടൻ. ഉയിർപ്പ്, ഉയിർപ്പ്. ഐകമത്യം, ഐകമത്യം. പദങ്ങൾ സെറ്റല്ലേ? ഓർത്തിരിക്കില്ലേ? പറ്റില്ലടാ, പറ്റും, മിടുക്കർ. അപ്പോൾ ഈ വാക്കുകളെല്ലാം തന്നെ പദശുദ്ധി എന്ന ഭാഗത്തിനകത്ത് നിങ്ങളുടെ പഠന വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ കൂടെ ഉണ്ടാവണം. സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചോണം. ഓക്കെ. അടുത്ത ചോദ്യം. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും കല്ലിനും ഉണ്ടാ സൗരഭ്യം. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം. ഞാൻ എൻ്റെ ക്ലാസ്സുകൾക്കകത്ത് ഈ നമ്മുടെ സുഗ്രീവന്റെ കഥ പറയുന്നിടത്തൊക്കെ ഞാൻ ഈ ഒരു പദം പറയാറുണ്ടല്ലേ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം. ഓക്കെ. ഈ വരികൾക്ക് സമാന ആശയം വരുന്ന പഴഞ്ചൊല്ലേതാ? ഓപ്ഷൻ എ, മുള്ളിൻ്റെ ചുവട്ടിൽ മുള്ളേ മുളയ്ക്കൂ. അതൊരു സത്യമാണെങ്കിലും അത് പക്ഷേ ഇവിടെയല്ല. ഓക്കെ. ഒന്നായിരുന്നാലും നന്നായിരിക്കണം. ഇല്ല. കുന്നിക്കുരു കുപ്പിയിലിട്ടാലും മിന്നും. കുന്നിക്കുരു കുപ്പിയിലിട്ടാലും മിന്നും. ഇല്ല. പാലോട് ചേർന്ന വെള്ളവും പാലാകും. അല്ലെ? പാലോട് ചേർന്ന വെള്ളവും പാലാകും. നമുക്ക് കൊടുക്കാലോ. പാലോട് ചേർന്ന വെള്ളവും പാലാകും. കറക്റ്റ് ചെയ്യണല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം എന്നാണ്. പാലോട് ചേർന്നാൽ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കുന്ന കല്ലിനും ആ സൗരഭ്യം ഉണ്ടാകും, മണം ഉണ്ടാകും. അല്ലേ? അതേപോലെ തന്നെ പാലോട് ചേർന്ന വെള്ളവും എന്തായി മാറും? പാലായി മാറും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഉത്തരം ശരിയാണ്, ഉത്തരം ശരിയാണ്. ഈ പഴഞ്ചൊല്ലെന്ന വാക്കിനൊരു പ്രത്യേകത ഉണ്ട്. പഴഞ്ചൊല്ലെന്നാൽ പഴയ ചൊല്ലുകളെന്നാണ്. അതായത് ഈ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ, ഇപ്പോൾ പല വീടുകളിലും കണ്ടുവരുന്നില്ലെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഒരു വലിയ കഥാപുസ്തകം ഉണ്ടായിരുന്നു. ആ കഥയുടെ പ്രത്യേകത അത് ഒരുപാട് ഗുണപാഠങ്ങൾ നിറഞ്ഞ ഒരു മനോഹരമായ പഴംപാട്ടുകളൊക്കെ നിറയുന്ന അതിമനോഹരമായ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഒരു കലവറ. സത്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിക്കിപീഡിയ എന്ന് പറയുന്നത് ആ പുസ്തകങ്ങളായിരുന്നു, അല്ലെങ്കിൽ ആ ടീംസ് ആയിരുന്നു. ടീമാണ് പുസ്തകം എന്ന് പറയാം, അത് ടീമാണ്. അവരുടെ കയ്യിലുള്ള അവരുടെ കയ്യിലുള്ള അറിവുകൾ, അവരുടെ കയ്യിലുള്ള പഴമയുടെ അറിവുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളവരെ മുത്തശ്ശി എന്നൊക്കെ വിളിക്കും അല്ലെ? അവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ നാവുകളിൽ നിന്ന് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് വന്ന കുറേ ചൊല്ലുകളുണ്ട്. അവയ്ക്കകത്ത് നല്ലതും അല്ലെങ്കിൽ നന്മ പ്രദാനം ചെയ്യുന്ന ഒട്ടനേകം കാര്യങ്ങളുണ്ട്. ഇവയൊക്കെ ചേർന്നാണ് സത്യത്തിൽ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്, പഴയ ചൊല്ലുകൾ എന്ന് പറയും. ശൈലികൾക്ക് സത്യത്തിൽ ഇങ്ങനെ ഒരു മുഖമില്ല. ശീലങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ശീലുകളാണ് ശൈലികൾ. അതിൽ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒക്കെ ഉണ്ടാവാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പഴഞ്ചൊല്ലുകൾക്കകത്ത് എപ്പോഴും എന്തെങ്കിലും ഒരു ഗുണപാഠത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല അംശത്തെ പ്രദാനം ചെയ്യുന്നവരാണ് അല്ലെ? അപ്പോൾ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുണ്ടാ സൗരഭ്യം എന്ന വരിക്ക് സമാനമായി പാലോട് ചേർന്ന വെള്ളവും പാലാകും എന്ന ചൊല്ലിലേക്ക് നമ്മൾ വന്നു അല്ലെ? അപ്പോൾ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നല്ല ചോദ്യങ്ങൾ PSC ചോദിക്കുന്നു എന്ന ഏറ്റവും സന്തോഷം. ഞാനിവിടെ ചില ചൊല്ലുകൾ ഒന്ന് പരിചയപ്പെടുത്തി വരാം നമുക്ക്. അതിലൊന്നാണ് അരി എറിഞ്ഞാൽ 1000 കാക്ക. ഇത് 2024 ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അരി എറിഞ്ഞാൽ 1000 കാക്ക എന്ന് പറയുന്നത് അല്ലെ? അല്പം അരിമണി എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കാക്കകൾ വന്ന് എന്താണ് ഭക്ഷിക്കാനായി വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ആശ്രയിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആശ്രയിക്കാൻ ഒരുപാട് പേരുണ്ടാകും. കാരണം ഗുണം അനുഭവിക്കാൻ ധാരാളം പേർ വരും. ഒരു പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ, ആരും കാണില്ല. ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരോ, അവരെയെ നമ്മളും ചേർത്ത് പിടിക്കാവൂ അല്ലേ? നോക്കിയേ, അപ്പോൾ അരി എറിഞ്ഞാൽ 1000 കാക്ക, ഗുണം അനുഭവിക്കാൻ ധാരാളം പേർ വരും. ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. അടിസ്ഥാന പ്രവൃത്തി എന്തിനും ആവശ്യമാണ്. അടിസ്ഥാന പ്രവൃത്തി ഏതൊരു കാര്യത്തിനും അടിസ്ഥാന പ്രവൃത്തി ബേസ്മെന്റ് സ്ട്രോങ് ആവണം, എങ്കിലേ മേളിലോട്ട് കെട്ടിപ്പൊക്കിയിട്ട് കാര്യമുള്ളൂ. ഓക്കെ. എലിയെ പേടിച്ച് ഇല്ലം ചുടുക. ഒരു കാര്യം ഭയന്ന് മറ്റൊന്ന് ചെയ്യുക. സോ ഇമ്പോർട്ടൻ്റ് ആണ്. എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയുന്നത് ഒരു കാര്യം ഭയന്ന് മറ്റൊന്ന് ചെയ്യുക. കുരയ്ക്കും പട്ടി കടിക്കില്ല അല്ലെ? നമ്മൾ പറഞ്ഞു കേട്ട് ശീലിച്ചറിയുന്ന ഒരു പഴഞ്ചൊല്ലാണ് അല്ലെ? കുരയ്ക്കും പട്ടി കടിക്കില്ല. ഒരുപാട് കാര്യം പറയുന്നവർ പ്രവൃത്തിയിൽ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് അല്ലെ? ഇനി കാള പറ്റെന്ന് കേട്ട്
കയറെടുത്തു. കാള പെറ്റെന്ന് കേട്ട് കയറെടുത്തു, അല്ലെ? ഇപ്പൊ നമ്മൾ പൊതുവെ പറയുന്ന ഒന്നാണ്. അതായത് ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ചിന്തിക്കാതെ പ്രവർത്തിക്കുക. ഇനി കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ. കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ. ആവശ്യപ്പെട്ടാലേ ലഭിക്കുകയുള്ളൂ, അല്ലെ? പണ്ട് ഈ ബൈബിളിനകത്ത് ക്രിസ്തു പോലും പറഞ്ഞിട്ടുണ്ട്, മുട്ടുവിൻ തുറക്കപ്പെടും, അല്ലെ? മുട്ടിയാലേ തുറക്കൂ. അപ്പൊ നമ്മുടെ ആവശ്യമാണ്, നമ്മൾ ആവശ്യപ്പെട്ട് നമ്മൾ പഠിക്കുക, നമ്മൾ കഷ്ടപ്പെട്ട് അതിനുള്ള മാർഗം കണ്ടെത്തി പഠിക്കുക. കാരണം നമ്മുടെ ആവശ്യമാണ്. നമ്മൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്താലേ അതിനുള്ള ഫലം ഉണ്ടാകത്തുള്ളൂ, അല്ലെ? ഇനി കൈ നനയാതെ മീൻ പിടിക്കുക. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാ. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ ചുമ്മാ ഇരുന്ന് എന്താണ് കാര്യം നേടുക എന്നുള്ളതാണ്, അല്ലെ? കൈ നനയാതെ മീൻ പിടിക്കുക, ബുദ്ധിമുട്ടാതെ കാര്യം നേടുക, അതത്ര നല്ല കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഈ ചൊല്ലുകൾ ഓർത്തിരിക്കുമല്ലോ. മുമ്പോട്ട് പോകാം. ഇവിടെ കുറച്ച് ചൊല്ലുകൾ കൂടെ ഒന്ന് നോക്കാം നമുക്ക്. ചൊട്ടയിലെ ശീലം ചുടല വരെ. ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചൊല്ലായിരിക്കും, അല്ലെ? ചെറുപ്പത്തിലേയുള്ള ശീലം മരണം വരെ വിട്ടുമാറില്ല. ആളില്ലാ കളത്തിൽ പൂച്ചയ്ക്ക് പൊന്നോണം, അല്ലെ? ആളില്ലാ കളത്തിൽ പൂച്ചയ്ക്ക് പൊന്നോണം. അധികാരികൾ ഇല്ലാത്തപ്പോൾ താഴെയുള്ളവർ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ സാധിക്കും, അല്ലെ? അതായത് കുറിപ്പില്ലാ കളരിയിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയും നമ്മൾ, അല്ലെ? അതായത് ഇപ്പോൾ ഒരു ഓഫീസിലായിരുന്നാലും ശരി, മേലധികാരി ഇല്ലെങ്കിൽ കീഴാളന്മാർ അല്ലെങ്കിൽ കീഴധികാരികൾ ആരാണോ അവരാണ് അവിടുത്തെ കാര്യക്കാർ. അവരെന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്നുള്ള പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് സംഭവം. കടങ്കഥ പോലെ ജീവിതം. കടങ്കഥ പോലെ ജീവിതം. നമ്മുടെയൊക്കെ ജീവിതം ഏകദേശം അതുപോലെയാണെന്ന് പറയാം, അല്ലെ? ജീവിതം പ്രവചിക്കാൻ കഴിയാത്തതും പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് ഏകദേശം നമ്മുടെയൊക്കെ അവസ്ഥ, അല്ലെ? എന്തായാലും അതിന് അതിനൊരു രക്ഷ ഉണ്ടാകും. ഏത് കടങ്കഥയ്ക്കും ഒരിക്കലും ഒരു ഉത്തരം ഉണ്ടാവും എന്നുള്ളത്, ഒരു ഉത്തരം ഉണ്ടാകും എന്നുള്ളതാ. സെറ്റാവും, സീനില്ല. ഓക്കെ, അപ്പോ നോക്കിയേ. കാലം തെറ്റിയ കൃഷി കഷ്ടം. കാലം തെറ്റിയ കൃഷി കഷ്ടം. ശരിയായ സമയത്ത് ചെയ്യാത്ത കാര്യങ്ങൾ വിജയിക്കില്ല. കാലം തെറ്റിയ കൃഷി കഷ്ടമാണ്, അല്ലെ? ശരിയായ കാലത്ത് ചെയ്തില്ല എങ്കിൽ അത് വലിയ നഷ്ടം നമുക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ്, അല്ലെ? അപ്പം അതും കറക്റ്റാണ്, നല്ലൊരു ചൊല്ലാണ്. ഓക്കെ, ഇനി നോക്കിയേ. ചാണകക്കുഴിയിൽ താമര. ചാണകക്കുഴിയിൽ താമര. മോശം ചുറ്റുപാടുകളിൽ നിന്നും നല്ല കാര്യങ്ങൾ ഉണ്ടാകുക. മോശം ചുറ്റുപാടുകളിൽ നിന്നും നല്ല കാര്യങ്ങൾ ഉണ്ടാകുക. ചാണകക്കുഴിയിൽ താമര. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക. ദുർബലനായ ഒരാളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുക. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക. അപ്പം അത്യാവശ്യം ചില നല്ല ചൊല്ലുകളും പുതിയ നല്ല ചൊല്ലുകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അധികം കേട്ട് ശീലിക്കാത്ത PSC ചോദിക്കുന്ന കുറച്ച് പുതിയ ചൊല്ലുകൾ കിട്ടി. നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ചൊല്ലുകളും കിട്ടി, അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. ഇത് നമ്മളെ കുട്ടികളെ ഒരല്പം ബുദ്ധിമുട്ടിച്ച ഒരു ചോദ്യമായിരുന്നു, അല്ലെ? അപ്പൊ ഇത് നോക്കിയേ. പ്രിമിറ്റീവ് എന്ന പദത്തിന്റെ പരിഭാഷാ പദം കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രിമിറ്റീവ് എന്ന പദത്തിന്റെ പരിഭാഷാ പദം എന്നുള്ളതാണ്. പ്രിമിറ്റീവ് പരിശുദ്ധമായത്, പ്രാകൃതമായത്, പ്രധാനമായത്, പാകമായത്. ഉത്തരം ഏതാണ്? ബി ഓപ്ഷൻ ആയ പ്രാകൃതമായത് എന്നുള്ളതാണ്. പ്രാകൃതമായ എന്നതാണ് പ്രിമിറ്റീവ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ചില വാക്കുകൾ PSC ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പദങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു വരും. അപ്പൊ ചില പദങ്ങളൊക്കെ ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഒന്നുകൂടെ ആ വാക്കുകളൊന്ന് പഠിച്ചു വരിക. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യത്തേത് അബ്സ്റ്റെയിൻ എന്നതാണ്. അബ്സ്റ്റെയിൻ എന്ന വാക്കിന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അബ്സ്റ്റെയിൻ എന്ന വാക്കിന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ആ ഒരു പദത്തിന്റെ ശരിയായ പരിഭാഷ എന്നുള്ളത്. ഇനി അക്യൂട്ടൽ എന്ന പദത്തിന് കുറ്റവിമുക്തൻ എന്നതാണ്. അക്യൂട്ടൽ എന്ന പദത്തിന് കുറ്റവിമുക്തൻ എന്നതാണ് ആ ഒരു പദത്തിന് അതിന്റെ ഒരു പരിഭാഷയായി വരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് CPO പരീക്ഷകളൊക്കെ തന്നെ നമുക്ക് ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. ദെൻ അഡ്ജേൺ എന്ന പദത്തിന് ഒരു യോഗം നിർത്തിവെക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്ന് പഠിക്കുക. ഒരു യോഗം നിർത്തിവെക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്ന് പഠിക്കുക. ഇനി അഫിഡവിറ്റ് എന്നത് സത്യവാങ്മൂലമാണ്. അത് ഓൾറെഡി PSC പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അഫിഡവിറ്റ് എന്ന വാക്കിന് സത്യവാങ്മൂലം എന്നതാണ് അർത്ഥം. ഇനി അലോക്കേറ്റ് നോക്കിയേ. അലോക്കേറ്റ് എന്ന വാക്കിന് അനുവദിക്കുക അല്ലെങ്കിൽ നീക്കി വെക്കുക എന്നാണ് അർത്ഥം. അലോക്കേറ്റ് അനുവദിക്കുക അല്ലെങ്കിൽ നീക്കി വെക്കുക എന്നർത്ഥം. ഇനി അമൻഡ് എന്നാണെങ്കിലോ അമൻഡ് ഭേദഗതി വരുത്തുക, തിരുത്തുക എന്നർത്ഥം. ഭേദഗതി വരുത്തുക അല്ലെങ്കിൽ തിരുത്തുക എന്നർത്ഥം. അപ്പോയിന്റ് ആണെങ്കിലോ അപ്പോയിന്റ് നിയമിക്കുക. ഇനി ഓഡിറ്റ് എന്നാണെങ്കിലോ ഓഡിറ്റ് കണക്ക് പരിശോധിക്കുക. ഇനി ബെയില് ഓൾറെഡി നിങ്ങൾ ഈ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം, എങ്കിലും പഠിക്കുക. ബെയില് ജാമ്യം എന്നാണ് അർത്ഥം. ബെയില് ജാമ്യം. എങ്കിൽ ബെനിഫിഷ്യറി ഗുണഭോക്താവ്. ഇനി ശ്രദ്ധിക്കുക. അടുത്തത്
കോമ്പൻസേറ്റ് നഷ്ടപരിഹാരം നൽകുക, കോമ്പൻസേറ്റ് നഷ്ടപരിഹാരം നൽകുക. ഓക്കെ അല്ലേ? എങ്കിൽ ഡെലിഗേറ്റ് പ്രതിനിധിയാകുക അല്ലെങ്കിൽ അധികാരം കൈമാറുക എന്നർത്ഥം. പ്രതിനിധിയാകുക പ്രതിനിധിയാക്കുക അല്ലെങ്കിൽ അധികാരം കൈമാറ്റുക, പ്രതിനിധിയാക്കുക അല്ലെങ്കിൽ അധികാരം കൈമാറുക എന്നർത്ഥം. ഓക്കെ അല്ലേ? എങ്കിൽ എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഔദ്യോഗിക പദവി കാരണം എന്നാണ്. ഔദ്യോഗിക പദവി കാരണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ദെൻ പ്ലഡ്ജ പ്രതിജ്ഞ എന്നും പ്ലഡ്ജിന് അർത്ഥമുണ്ട്. ഈട് വെക്കുക, നമ്മൾ എന്തെങ്കിലും ഒന്നിൽ ഈ ലോണൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഈടായിട്ട് കൊടുക്കത്തില്ലേ, അങ്ങനെയും പറയാം പ്ലഡ്ജ്. അല്ലെങ്കിൽ ഈ ഗോൾഡ് ലോണൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ ഗോൾഡ് ഇങ്ങനെ കൊടുത്തിട്ടല്ലേ കാശ് വാങ്ങിക്കുന്നത്, അപ്പോൾ ഇത് ഈടായിട്ട് കൊടുക്കുക. അപ്പോൾ പ്ലഡ്ജിന് പ്രതിജ്ഞ എന്നും ഈടെന്നുമുള്ള അർത്ഥമുണ്ട്. ദെൻ പ്രൊഹിബിറ്റ് നിരോധിക്കുക. അടുത്ത പദം കോറം എന്നതാണ്. കോറം എന്ന പദം മക്കളെ നോക്കിയേ, ഈ യോഗം ചേരാൻ ആവശ്യമായ അംഗങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ കോറം എന്ന് പറയുക. കോറം തികയുക അല്ലെ, എണ്ണം തികയ്ക്കുക എന്നുള്ളതാണ് കോറം എന്ന പദത്തിന്. എണ്ണം തികയ്ക്കുക അല്ലെങ്കിൽ എണ്ണം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അടുത്തത് അണ്ടർടേക്ക് അല്ലെ. അണ്ടർടേക്ക് പെട്ടെന്ന് അണ്ടർടേക്കർ എന്നോർത്തുകളല്ലേ. അണ്ടർടേക്കറൊക്കെ അറിയാലോ അല്ലെ. അത് ഒരു WWE നമ്മുടെയൊക്കെ ഒരു ഈ 90s കിഡ്സിന് ഏറ്റവും നന്നായി അറിയുന്ന പദങ്ങളൊന്നായിരിക്കും, വ്യക്തിയുള്ള ഒരാളായിരിക്കും അണ്ടർടേക്കർ അല്ലെ. ശരി, ഇവിടെ അണ്ടർടേക്കാണ്. അണ്ടർടേക്കർ എന്ന് പറയുന്നത് ഏറ്റെടുക്കുക, ഏറ്റെടുക്കുക. ദെൻ ഫസ്റ്റ് പേഴ്സൺ അല്ലെ. ഫസ്റ്റ് പേഴ്സൺ അത് ഉത്തമ പുരുഷനാണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഉത്തമ പുരുഷനാണ്. അപ്പോൾ തേർഡ് പേഴ്സൺ അതാണ് പ്രഥമ പുരുഷൻ. ഈ നാമത്തിനകത്ത് നമ്മൾ ഈ എന്താ പറയുക, സർവനാമത്തെ മൂന്നായി പിരിക്കും അല്ലെ. ഒന്ന് ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ അല്ലെ. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. ഉത്തമ പുരുഷൻ ഞാൻ, പറയുന്നവൻ. ഞാൻ എനിക്ക് എൻ്റെ ഉത്തമ പുരുഷൻ, നീ നിനക്ക് നിന്റെ മധ്യമ പുരുഷൻ, അവൻ അവക്ക് അവളുടെ പ്രഥമ പുരുഷൻ. പറയുന്നവൻ ഉത്തമ പുരുഷൻ, കേൾക്കുന്നവൻ മധ്യമ പുരുഷൻ, മൂന്നാം നിൽക്കുന്നവൻ ആരോ, അവൻ ഈ പറയുന്ന പ്രഥമ പുരുഷൻ. സെറ്റ് അല്ലെ, തേർഡ് പേഴ്സൺ. ദെൻ പീപ്പിൾസ് പ്ലാൻ ഒക്കെ എത്രയോ തവണ PSC ചോദിച്ചു അല്ലെ. ജനകീയാസൂത്രണം, പീപ്പിൾസ് പ്ലാൻ, ജനകീയാസൂത്രണം. മക്കളെ, ഞാൻ വാക്കുകൾ ഈ തന്ന വാക്കുകൾ മസ്റ്റ് പഠിക്കുക, മസ്റ്റായിട്ട് പഠിക്കുക, സ്കിപ്പ് ചെയ്യല്ലേ. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, നല്ല കണ്ടന്റാണ് തരുന്നത് അല്ലെ. പഠിച്ചോണേ. മുന്നോട്ട് പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. താഴെ കൊടുത്തിരിക്കുന്നത്, അതായത് കഴിഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യങ്ങൾ ഒന്നുകൂടിയാണ് അല്ലെ. നോക്കിയേ, ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്നതിൽ കാട് എന്ന പദത്തിന്റെ പര്യായ പദക്കൂട്ടം ഏതാണ്? വിപിനം, ആനനം, കാനനം, വാടി, വനം, വിപിനം, കാനനം, ഗഹനം, വിപിനം അല്ലെ. കാനനം, ഗഗനം, വിപിനം. ഇത് കൊടുക്കാം, കാനനം, ഗഹനം, വിപിനം. ഓക്കെ, ദെൻ അടവി, ആരണ്യം, ആനനം അല്ല. അപ്പൊ ഈ വാക്കുകളൊക്കെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മുമ്പോട്ട് വന്ന് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില പദങ്ങളിലേക്ക് ഞാൻ വരുന്നു. ഇവിടെ ശ്രദ്ധിച്ച ചില പദങ്ങളും അവയുടെ അർത്ഥങ്ങളും നമുക്കൊന്ന് നോക്കി വരാം. പര്യായ പദങ്ങളാണ് അല്ലെ. ചില പദങ്ങളും അവിടെ പര്യായ പദങ്ങളും ഒന്ന് നോക്കി വരാം. മക്കളെ, കുയിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചാൽ മറ്റു ചില വാക്കുകൾ ഞാൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കുയിലിന് കോകിലമെന്നും പികമെന്നും പരഭൃതം എന്നുമുള്ള പദങ്ങൾ സ്ഥിരമായി PSC ചോദിക്കുന്നതാണ്. കോകിലം, പികം, പരഭൃതം. ഓക്കെ, ഇനി വീഥി, വഴി എന്നുള്ള അർത്ഥത്തിൽ. പാത, വഴി, മാർഗം, സരണി. ഈ പദങ്ങൾ വീഥിക്ക് പര്യായങ്ങളായിട്ട് ഓർത്ത് വെക്കുക. ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒന്നുകൂടെ പറയണം അല്ലെ. ദെൻ കുയിൽ, കോകിലം, പികം, പരഭൃതം, വീഥി, പാത, വഴി, മാർഗം, സരണി എന്നുള്ളതാണ്. ഇനി പാല് അല്ലെ. പാൽ നോക്കിയേ, പയസ്, ക്ഷീരം, ദുഗ്ധം. ഒന്നുകൂടെ, പയസ്, ക്ഷീരം, ദുഗ്ധം. ഇനി തത്ത, ശുഗം, കീരം, ശാരിക. ശുഗം, കീരം, ശാരിക. ശാരിക പൈതലേ, ചാരുശീലേ, വരി കോമലേ, അരികത്തിരി. എഴുത്തച്ഛൻ പാടിയത് അങ്ങനെയാ അല്ലെ. ഇനി കാത്, ശ്രവണം, കർണം, ശ്രോതം. കർണനെ അറിയാലോ, കവചകുണ്ടലങ്ങളുള്ളവൻ, കർണൻ. ഓക്കെ, അപ്പൊ ഇവിടെ കർണം, ശ്രോതം, ശ്രവണം ഒക്കെ എന്താണ്? കാതാണ്. കരച്ചിൽ, ക്രന്ദനം, രോദനം, വിലാപം, ക്രന്ദം. ഓക്കെ, ഇനി അടയാളം എന്നാണെങ്കിലോ അഭിജ്ഞാനം, അഭിജ്ഞാന ശാകുന്തളം, അടയാള ശാകുന്തളം, അഭിജ്ഞാന ശാകുന്തളം. ചിഹ്നം, അംഗം, അഭിജ്ഞാനം, ചിഹ്നം, അംഗം. അരയന്നം, ഹംസം, ശ്വേതഗരുതം. ഇനി ചക്രവാകം. ഓക്കെ അല്ലെ. ഒന്നുകൂടെ, ഹംസം, ശ്വേതഗരുതം, ചക്രവാകം. അത് അരയന്നമാണ്. ക്ലിയർ അല്ലേ? അപ്പോ ഇനി അപ്പൊ ഇത്രയും ആയപ്പോൾ നമ്മുടെ WCPന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളായി.
പക്ഷേ 84/2025 ഫയർമാൻ പരീക്ഷയ്ക്ക് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച നടന്ന ഫയർമാൻ പരീക്ഷയ്ക്ക് ഒരു കിടുക്കൻ ചോദ്യം ചോദിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഞാൻ കഴിഞ്ഞ ഈ അടുത്ത് ഞാനിങ്ങനെ കണ്ണൂര് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് നല്ല കുട്ടികൾ, അവർ എന്നോട് വന്നിട്ട് നമ്മുടെ പയ്യന്മാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഇതിന്റെ ഉത്തരം എങ്ങനെയാണ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ കുതിര എന്നർത്ഥത്തിൽ വരാത്ത പദം ഏതാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ, ഞാൻ ഈ ചോദ്യം ഒന്നുകൂടെ പറയുന്നു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ചോദ്യം പറയട്ടെ, ചോദ്യം വായിക്കട്ടെ. നോക്കിയേ, ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്നർത്ഥം വരാത്ത പദം ഏതാണ്? കഴിഞ്ഞ ഫയർമാൻ പരീക്ഷയ്ക്ക് കുട്ടികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. ഓപ്ഷനിൽ അർവാവ്, കിങ്കിരം, അശ്മകം, സപ്തി എന്നീ പദങ്ങളാണുള്ളത്. ഒന്നുകൂടെ, അർവാവ്, കിങ്കിരം, അശ്മകം, സപ്തി. ഇവിടെ നിസ്സംശയം നമുക്ക് പറയാം അശ്മകമാണ് ഉത്തരം. അശ്മകം എന്ന വാക്കിന് കന്മദം എന്നാണ് അർത്ഥം. കന്മദം, അശ്മകം എന്ന വാക്കിന് കന്മദം എന്നർത്ഥം. കന്മദം പിരിച്ചെഴുതാൻ PSC ചോദിക്കാറുണ്ട്. കൽ പ്ലസ് മതം ആണ് കന്മദമായി ഉപയോഗിക്കാറുള്ളത്, അല്ലെ? അപ്പൊ അശ്മകം എന്ന പദത്തിന് ഓർക്കുക, അശ്മകം എന്ന പദത്തിന് എന്താണ് അർത്ഥം? കന്മദം എന്നുള്ളതാണ്. അശ്മകം എന്താ? കന്മദമാണ്. കന്മദം. ഓക്കെ, കന്മദം. എന്തല്ല അശ്മകം? കുതിരയല്ല. എങ്കിൽ കുതിരയുടെ പര്യായങ്ങൾ അറിയണം. നമുക്കറിയാം, നമ്മുടെ പരീക്ഷകളിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്ഥിരമായി കുതിരയുടെ പര്യായ പദങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ കുതിരയുടെ പര്യായ പദങ്ങൾ പഠിച്ചാലോ? ഒന്ന് കൂടെ പറഞ്ഞു വരിക. ഒന്ന് അശ്വം, അല്ലെ? അശ്വം, അശ്വത്തിൽ നിന്ന് ഞാൻ തുടങ്ങി വരുന്നു. അശ്വം, അശ്വം കുതിരയാണ്, അല്ലെ? വാജി കുതിരയാണ്, ഹയം കുതിരയാണ്, തുരകം കുതിരയാണ്, കീകടം കുതിര. ഒന്നുകൂടെ, അശ്വം, വാജി. ഇവിടെ ഈ വാക്ക് നിങ്ങൾ അല്ലാതെ തന്നെ അറിയാലോ, അപ്പൊ അല്ലാതെ പഠിക്കുക. അശ്വം, വാജി, ഹയം, തുരകം, കീകടം. ഒന്നുകൂടെ, അശ്വം, വാജി, ഹയം, തുരകം, കീകടം. ജരം, അത്യം, അരി, കുരിടി, ഘോടകം, തുരങ്കമം. ഒന്നുകൂടെ, ജരം, അത്യം, അരി, കുരിടി, ഘോടകം, തുരങ്കമം. ഇതിൽ തന്നെ കീകടം എന്ന വാക്കിന്റെ സ്ത്രീലിംഗം, കീകടം എന്ന വാക്കിന്റെ സ്ത്രീലിംഗം PSC ചോദിച്ചിട്ടുണ്ട്. കീകടം കീകടിയാണ്. കീകടം എന്ന വാക്കിന്റെ സ്ത്രീലിംഗം കീകടിയാണ്. ഏറ്റവും നല്ല വാക്കുകളാണ്, പഠിച്ചോണേ. ജരം, അത്യം, അരി. അരി എന്ന വാക്കിന് ശത്രു എന്നൊരർത്ഥം കൂടെയുണ്ട്. അരി എന്ന വാക്കിന് ശത്രു എന്നൊരർത്ഥം കൂടെയുണ്ട്. അരി, ശത്രു, അല്ലെ? അരി, ശത്രു. കൂടാതെ ഇവിടെ അരിക്ക് എന്തും അർത്ഥമുണ്ട്? കുതിര എന്നും അർത്ഥമുണ്ട്. കുരിടി കുതിരയാണ്, ഘോടകം കുതിരയാണ്, തുരങ്കമം കുതിരയാണ്, ദണ്ഡം, പാലകം, പീതി. ദണ്ഡം, പാലകം, പീതി. മയം, മരാളം, മശാഷി, അല്ലെ? മശാഷി, മശാശി, മശാശി. ഓക്കെ, മരാളം. മരാളം എന്ന വാക്കിനും കുതിര എന്ന അർത്ഥമുണ്ട്. ഓക്കെ, അപ്പോ യയി എന്ന വാക്ക്, യവനം എന്ന വാക്ക്, യുഗ്യം എന്ന വാക്ക്, മൂന്ന് വാക്കിനും അർത്ഥം കുതിര എന്ന് തന്നെയാണ്. യയി, യവനം, യുഗ്യം. ഇനി യുയു എന്ന വാക്കിനും രഥാശ്വം എന്ന വാക്കിനും ലഡ്വം എന്ന വാക്കിനും ലലാമം എന്ന വാക്കിനും കുതിര എന്നാണ് അർത്ഥം. ഇതൊക്കെ മലയാളത്തിൽ ഉള്ളതാണോ എന്ന് ചിന്തിക്കല്ലേ? ഇതൊക്കെ മലയാളത്തിലുള്ളതാ. ഇതൊക്കെയല്ലേ PSC നമ്മളെ ചോദിക്കുന്നത്. നമ്മൾ അങ്ങ് മുഴുവൻ പഠിക്കുന്നു, അത്രമാത്രം. ഇനി വാതായനം. വാതായനം, അതിനും കുതിര എന്നൊരു പര്യായമുണ്ട്. വാതായനം. വിമാനം, വിമാനം, അതിനും കുതിര എന്നൊരു പര്യായമുണ്ട്. വീതി, വീതി, കുതിര. വൃക്ഷം, വൃക്ഷമല്ല വൃഷം, കുതിര. ശാലിഹോത്രം, ശാലിഹോത്രം, സപ്തി, സൈന്ധവം. ഇവയൊക്കെ കുതിരയാണ്. ഇവയൊക്കെ കുതിരയാണ്. മക്കളെ, ഒന്നുകൂടെ കുതിരയുടെ പര്യായങ്ങൾ പഠിച്ചാലോ? നമുക്ക് നോക്കിയേ, 2025 മുതൽ അല്ലെങ്കിൽ 2020 ഇങ്ങനെ പറയാൻ നമുക്ക് 2023, 24, 25 വർഷങ്ങൾ ഉൾപ്പെടെ എല്ലാ വർഷങ്ങളും സ്ഥിരമായി PSC ചോദിക്കുന്ന കുതിരയുടെ കുറച്ച് പര്യായ പദങ്ങൾ. ഒന്നുകൂടെ കുതിരയുടെ കുറച്ച് പര്യായ പദങ്ങൾ നോക്കാം നമുക്ക്. ഏതൊക്കെയാണ് കുതിര? അശ്വം, വാജി, ഹയം, തുരകം, കീകടം, ജരം, അത്യം, അരി, കുരുടി, ഘോടകം, തുരങ്കമം, ദണ്ഡം, പാലകം, പീതി, മയം, മരാളം, മഷാശി, യയി, യവനം, യുഗ്യം, യുയു, രഥാശ്വം, ലഡ്വം, ലലാമം, വാതായനം, വിമാനം, വീതി, വൃക്ഷം, ശാലിഹോത്രം, സപ്തി, സൈന്ധവം. ഇവയൊക്കെ തന്നെ എന്താണ്?
കുതിരയുടെ പര്യായപദങ്ങളാണ്. സെറ്റല്ലേ? ഇപ്പൊ കുതിരയുടെ പര്യായങ്ങൾ അന്വേഷിച്ച് ഇനി നടക്കില്ലല്ലോ. ഇനിയും പദങ്ങളുണ്ട് കിട്ടുന്നത്, ഇതോടൊപ്പം ചേർത്ത് വെച്ച് പഠിക്കുക. പൊളിയല്ലേ? സെറ്റാണ്. ഇത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഇനി ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം നമുക്കൊന്ന് പറഞ്ഞു വരാം. ശ്രദ്ധിച്ചേ, വിപരീത പദം എഴുതുക എന്നുള്ളതാണ്. വിപരീത പദം ഇത് 66/2024 ചോദ്യപേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. വിപരീത പദം വിയോഗത്തിന്റെ വിപരീത പദമാണ് ചോദ്യം. വിയോഗം വേർപാടാണ് അല്ലെ? ഓപ്ഷനിൽ സംയോഗവും യോഗവും നിയോഗവും അവിയോഗവും ഉണ്ട്. അവിയോഗം എന്ന് എടുത്തു കളയരുത്, തെറ്റാണ്. വിയോഗം പിരിഞ്ഞു പോവുകയാണെങ്കിൽ സംയോഗം കൂടിച്ചേരുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഈ വിപരീത പദങ്ങളിൽ നിന്ന് ഒന്നും തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാത്തതുകൊണ്ട് ചില പ്രധാനപ്പെട്ട വിപരീത പദങ്ങൾ കൂടെ വേഗത്തിലൊന്ന് പറഞ്ഞു വരാം നമുക്ക്. ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്യില്ല, ഒന്ന് കൂടെ കൂടെ ഒന്ന് പറഞ്ഞു വരിക. അനാഥം എന്ന വാക്കിന് സനാദം എന്നതാണ് വിപരീത പദം. ഒന്നുകൂടെ, അനാഥം എന്ന വാക്കിന് സനാദം എന്നതാണ് വിപരീത പദം. എന്നാൽ അനേകം എന്ന വാക്കിന് ഒരുപാടുണ്ട്, അനേകം അല്ലെ, ഏകം എന്നതാണ് വിപരീത പദം. ഉത്കൃഷ്ടം എന്ന വാക്കിന് അപകൃഷ്ടം എന്നതാണ് അതിന്റെ ശരിയായ വിപരീത പദം. എന്നാൽ കൃശം എന്ന വാക്കിന് മേധുരം എന്നതാണ്. കൃശം മെലിഞ്ഞത്, മേധുരം അത്യാവശ്യം നല്ല പുഷ്ടിയുള്ളത് എന്നർത്ഥം. ഓക്കെ. പ്രാചീനം എന്നതിന്റെ വിപരീത പദം അർവാചീനമാണ്. അത് PSC ചോദിക്കാറുണ്ട്. ഭൂഷണം എന്ന വാക്കിന്റെ വിപരീത പദമാണ് ദൂഷണം. ഭൂഷണം നല്ലത് പറയാ, പരഭൂഷണം നല്ലത് പറയാ, പരദൂഷണം കുറ്റം പറയുക അല്ലെ? ശരി. ഖേദം എന്ന വാക്കിന്റെ വിപരീതമാണ് മോദം, സന്തോഷം, മറ്റേ ദുഃഖം. ഓക്കെ. ചരം എന്ന വാക്കിന് അചരമാണ് വിപരീത പദം. എങ്കിൽ തഥ്യ എന്ന പദത്തിന് മിഥ്യ എന്നതാണ് വിപരീത പദം. ഒന്നുകൂടെ, തഥ്യ എന്ന വാക്കിന് മിഥ്യ എന്നത് വിപരീത പദമെങ്കിൽ വൈധർമ്മ്യം എന്ന പദത്തിന് സാധർമ്മ്യം എന്നതാണ് വിപരീതം. വൈധർമ്മ്യം എന്ന വാക്കിന് സാധർമ്മ്യം എന്നതാണ് വിപരീത പദം. ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത ചോദ്യം, ഇതും ഒരു പ്രീവിയസ് ചോദ്യമാണ്. നമ്മുടെ കഴിഞ്ഞ 2024 ഉൾപ്പെടെ ചോദിച്ച ചോദ്യമാണ്. ഞാനിവിടെ ഏത് എക്സാം എന്ന് മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ക്വസ്റ്റ്യൻസ് മാത്രം നമുക്കൊന്ന് ചർച്ച ചെയ്ത് വരാം. ഇവിടെ നോക്കിയേ, ചുവടെ തന്നിരിക്കുന്നതിൽ വിഹകം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? വിഹകം. ദിക്കുണ്ട്, വിശ്വമുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? അശ്വമുണ്ട്, പക്ഷിയുണ്ട്. മക്കളെ ഒരു സംശയവും വേണ്ട, വിഹകം എന്നത് പക്ഷിയാണ്. ബാക്കി 3 വാക്കുകളുണ്ട്. അതിൽ തന്നെ അശ്വം നമ്മൾ ഓൾറെഡി, കുതിര ആണ് അശ്വം, ബാക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ ചില വാക്കുകൾ, അതിൽ പക്ഷിക്കും ഞാൻ കുറച്ച് നല്ല പര്യായ പദങ്ങൾ ഞാൻ തരുന്നുണ്ട്. ഇപ്പൊ കുതിരയ്ക്കും പക്ഷിക്കും ഞാൻ നല്ല പര്യായ പദങ്ങൾ തരുന്നുണ്ട്. ഫുള്ള് പഠിച്ചോണേ. നോക്കി, ആദ്യത്തേത് ദിക്കാണ്. ദിക്കിന് ദിശ എന്നും ഭാഗമെന്നും ഓരമെന്നും വശമെന്നും അർത്ഥമുണ്ട്. എങ്ങനെ? ദിക്ക്, ദിശ, ഭാഗം, ഓരം, വശം. ഇനി വിശ്വം എന്ന വാക്കിന് വിശ്വം ഉലകം, ജഗത്ത്, ലോകം, അശേഷം എന്നർത്ഥം. അശേഷം എന്ന ഒന്നുമില്ലാതെ വിശ്വം അല്ലെ, എല്ലാം എന്നർത്ഥത്തില. അതുകൊണ്ടാണ് ആ പദം കൂടെ എടുത്തത്. ഓക്കെ. അപ്പൊ ദിക്ക്, ദിശ, ഭാഗം, ഓരം, വശം, വിശ്വം, ഉലകം, ജഗത്ത്, ലോകം, അശേഷം. ഇപ്പൊ 2 പദങ്ങളും അവിടെ പറഞ്ഞ 2 പദങ്ങളായി. അശ്വം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ഉത്തരമായി വന്നത് പക്ഷിയാണ്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് പക്ഷിയുടെ പര്യായങ്ങളാണ്. മക്കളെ, ഈ പക്ഷിയുടെ പര്യായങ്ങൾ നമുക്കറിയാം, PSC സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്. സ്കിപ്പ് ചെയ്ത് പഠിച്ചോണം. പക്ഷിക്ക് അണ്ടജം എന്നൊരു പദമുണ്ട്, അണ്ടത്തിൽ ജനിച്ചത് അല്ലെ? അണ്ടജം. ഖഗം എന്ന പദമുണ്ട്, ഖഗം, അണ്ടജം, ഖഗം. അതുപോലെ തന്നെ ഗുരുത്മാൻ എന്ന പദത്തിനും പക്ഷി എന്നാണ് അർത്ഥം, ഗുരുത്മാൻ. ദ്വിജം എന്ന വാക്കിനും പക്ഷി എന്നാണ് അർത്ഥം, ദ്വിജൻ. നീടോദ്ഭവൻ, നീടത്തിൽ ഉത്ഭവിച്ചത് അല്ലെ, നീടോദ്ഭവൻ എന്ന വാക്കിനും പക്ഷി എന്നാണ് അർത്ഥം. പക്ഷം എന്ന വാക്കിനും പക്ഷി എന്നതാണ് പര്യായം. പക്ഷാലു എന്ന വാക്കിനും പക്ഷി എന്നാണ് പര്യായം. പതംഗം എന്ന വാക്കിനും പക്ഷി എന്നാണ് അർത്ഥം. പതകം എന്ന വാക്കിനും പക്ഷി എന്നർത്ഥം. പദത്രി എന്ന വാക്കിനും പക്ഷി എന്നർത്ഥം. പത്രൻ എന്ന വാക്കിനും പക്ഷി എന്നർത്ഥം. പറവ എന്ന വാക്കിനും പക്ഷി എന്നർത്ഥം. രാടി എന്ന വാക്കുണ്ട്, രാടി പക്ഷിയാണ്. വാജി പക്ഷിയാണ്. വികിരം പക്ഷിയാണ്. വാജി എന്നത് കുതിരയ്ക്കും പര്യായമായുണ്ട് അല്ലെ? ഒരു കുഴപ്പമില്ല, ഒരേ അർത്ഥമുള്ള പല പദങ്ങളും ഉണ്ട്. പര്യായമാണ്. സോ പഠിച്ചോണം. വിഷ്കിരം എന്ന വാക്കിനും പക്ഷി എന്നാണ് അർത്ഥം, വിഷ്കിരം. വിഹംഗം എന്ന വാക്കിനും പക്ഷി എന്നർത്ഥം. വിഹംഗമം എന്ന വാക്കിനും പക്ഷി എന്നർത്ഥം. വിഹകം എന്ന വാക്കിനും പക്ഷി എന്നർത്ഥം. വിഹംഗം, വിഹകം രണ്ടും പഠിച്ചോണം. ശകുനി എന്ന വാക്കിനും പക്ഷി എന്നർത്ഥം. ശകുന്തം എന്ന വാക്കിനും പക്ഷി എന്നർത്ഥം. ശുഗം എന്ന വാക്കിനും പക്ഷി എന്നർത്ഥം. ശുഗത്തിന് തത്തയെന്നും അർത്ഥമുണ്ട്, അതുപോലെ തന്നെ പക്ഷി എന്നും അർത്ഥമുണ്ട് അല്ലെ? അപ്പൊ ഒന്നുകൂടെ പക്ഷിയുടെ പര്യായങ്ങൾ നോക്കാം. നമുക്കറിയാം PSC പ്രധാനമായി ചോദിക്കുന്ന ഒന്നാണ് പക്ഷിയുടെ പര്യായങ്ങൾ. നോക്കാം നമുക്ക് പക്ഷിയുടെ പര്യായങ്ങൾ ഏതൊക്കെയെന്ന്. അണ്ടജം, ഖഗം, ഗുരുത്മാൻ, ദ്വിജം, നീടോദ്ഭവൻ, പക്ഷം, പക്ഷാലു,
പതംഗം, പദകം, പദത്രി, പത്രൻ, പറവ, രാടി, വാജി, വികിരം, വിഷ്കിരം, വിഹംഗം, വിഹംഗമം, വിഹകം, ശകുനി, ശകുന്തം, ശുഗം. ഇവ പക്ഷിയുടെ പര്യായങ്ങളാണ്. ഇനി നമുക്ക് പക്ഷിയുടെ പര്യായങ്ങളിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓരോ വാക്കുകളും എഴുതി പഠിക്കുക, നന്നായി തന്നെ ഓരോ വാക്കുകളും പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? എങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ചോദ്യം ചേർത്തെഴുതുക എന്നുള്ളതാണ്. ചേർത്തെഴുതുക. ചോദ്യം വരുന്നത് ദു അധികം ജനം എന്നുള്ളതാണ്. ദു അധികം ജനം. ഓപ്ഷനിൽ ദുജനം എന്നുണ്ട്, ഭൂജനം എന്നുണ്ട്, ദുർജനം എന്നുണ്ട്, ദുർജനം എന്നുണ്ട് അല്ലെ. അവിടെ ഉത്തരം വരുന്നത് ദുർജനം എന്നുള്ളതാണ്. ദു അധികം ജനം എന്ന് പറയുന്നത് ഏതാണ്? ദുർജനമാണ്. അപ്പൊ ഇത് ഓൾറെഡി PSC ചോദിച്ച ചോദ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കാം അടുത്ത ചോദ്യം. ചോദ്യം ശരിയായ ജോഡി ഏതാ? മുഖം, വദനം, ആനന്ദം. മുഖം, വദനം, ആനന്ദം. ആനനം ആയിരുന്നുവെങ്കിലും കുഴപ്പമില്ല, തെറ്റാണ്. മഞ്ഞ, നീഹാരം, തുഷാരം. അത് കേൾക്കുമ്പോഴേ അറിയാം ശരിയാണ്. തോഴൻ, ചങ്ങാതി, അനിലൻ അല്ലെ. അനിലൻ തെറ്റാണ്, അതും തെറ്റായുള്ള പദമാണ്. വീതി, വഴി, വീതി, വഴി, പദ അല്ലെ. പദ എന്നല്ല പാത എന്നാ വരേണ്ടത് അല്ലെ. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായ ജോഡി പര്യായപദങ്ങളാ. മഞ്ഞ, നീഹാരം, തുഷാരം, ഹിമം ഒക്കെ എന്താണ്? മഞ്ഞിന്റെ പര്യായങ്ങളാണേ. മുന്നോട്ട് പോകുന്നു. എതിർലിംഗമാണ് ചോദ്യം. എതിർലിംഗത്തിൽ ഇവിടെ ഭൃത്യ എന്ന പദമാണ്. ഭൃത്യ എന്ന പദത്തിന്റെ പുല്ലിംഗമാണ് അവിടെ ആവശ്യം. ഭൃത്യ യജമാനനാണോ? അല്ല. മന്നവനാണോ? അല്ല. ഭൃത്യൻ ആണ് ഭൃത്യ. ഭ്രാതാവ് തെറ്റാണ് അല്ലെ. ഭ്രാതാവും തെറ്റാണ്. അവിടെ ശരിയായ പദം ഭൃത്യ, ഭൃത്യനാണ്. ഭൃത്യൻ. ഓക്കെ. അടുത്ത പദം പിരിച്ചെഴുതാനാണ്. പിരിച്ചെഴുതുക. ചോദ്യം അവനാണ്. അവൻ നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. വകാരം വന്നു, സോ വകാരം ക്യാൻസൽ ചെയ്തു, പ്ലസ് കൊടുത്തു. തീരുന്നത് ആയിലാണ്. സോ ആധികം അന്നാണ്. ആധികം അൻ അല്ലെ. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം ഇവിടെ ശരിയായ പദമാണ് ചോദ്യം. ശരിയായ പദം ആഖ്യാനം, 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 ആഹ്യാനം അല്ലെ. ബാക്കിയൊക്കെ പറയാൻ തന്നെ പ്രയാസമാണ്. ആഖ്യാനം ഇതാണ് ശരി. ആഖ്യാനം എന്ന പദം. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് വന്ന ചോദ്യങ്ങളായതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ, പഠിച്ചോണേ. ശരി. അടുത്തതാ കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. എങ്ങനെ? കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏതാണ്? കുന്നിനെ കയം കാണിക്കരുത്, നിത്യാഭ്യാസി ആനയെടുക്കും, മിന്നുന്നതെല്ലാം പൊന്നല്ല, നാടോടുമ്പോൾ നടുവേ ഓടണം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം അല്ലെ. അപ്പൊ നാടോടുമ്പോൾ നടുവേ ഓടണം. നമ്മളും അത് തന്നെയാണ്. മാറ്റങ്ങൾ അനുസരിച്ച് പഠിച്ച് മാറിയേ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ PSCയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളും ഓടി വന്നേ പറ്റുള്ളൂ അല്ലെ. ശരി. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇങ്ങനെയാണ്. എവരി പോർട്ടർ പ്രൈസസ് ഹിസ് ഓൺ ബോട്ട്. എവരി പോർട്ടർ പ്രൈസസ് ഹിസ് ഓൺ ബോട്ട് അല്ലെ. ഇതിന്റെ ശരിയായ പരിഭാഷ ഏതാ? കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കരുത്. അല്ല, തെറ്റാണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ശരിയാണ് അല്ലെ. അത് നമുക്ക് കൊടുക്കാം. കാരണം എവരി പോർട്ടർ പ്രൈസ് ഓക്കെ, അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തൽക്കാലം നമുക്കത് മാർക്ക് ചെയ്യാം. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? അല്ല, തെറ്റാണ്. കുന്തം പോയാൽ കുടത്തിലും തപ്പണം. ഓക്കെ, വേണ്ട. അപ്പൊ ഉത്തരം എന്താണ്? എവരി പോർട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോർട്ട് എന്നുള്ളത് എന്ത് കൊടുക്കുക? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അല്ലെ. അത് അതിൻ്റെ ഒരു ഓരോന്നിന്റെയും വില അല്ലെ, അതിലെ കൂടെ കാണിക്കുന്നതാണ്. ഓക്കെ, ശരി. മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം ശരിയായ രൂപം പദശുദ്ധിയാണ്. ശരിയായ രൂപം ഏത് എന്നുള്ളതാണ്. കയ്യെഴുത്ത്, കയ്യെഴുത്ത്, കയ്യെഴുത്ത്. ഈ കയ്യെഴുത്തൊക്കെ ഞാൻ എത്ര തവണ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ പറഞ്ഞിരിക്കുന്നു. എനിക്കൊന്നു ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ്. ഐ കഴിഞ്ഞ് യാ വരുമ്പോൾ യാ എന്ത് ചെയ്യാൻ പാടില്ല? ഇരട്ടിക്കില്ല. ഐ കഴിഞ്ഞ് യാ വരുമ്പോൾ യാ ഇരട്ടിക്കില്ല. ഇത് എത്രയോ തവണ ഞാൻ പറഞ്ഞ ചോദ്യം അല്ലേ. PSC പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്. ഏറ്റവും സന്തോഷം. മുമ്പോട്ട് പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം നോക്കിയേ. നെന്മണി. എങ്ങനെ? നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. നെന്മണി. നെൻ പ്ലസ് മണിയുണ്ട്, നെല് പ്ലസ് മണിയുണ്ട്, നെന്മ പ്ലസ് മണിയുണ്ട്, നെൽ പ്ലസ് മണിയുണ്ട്. മക്കളെ ഇവിടെ ഓർത്തു വയ്ക്കുക. ഇവിടെ PSCന്റെ ഉത്തരം സത്യത്തിൽ ഇതായിരുന്നു. നെല് പ്ലസ് മണി എന്നുള്ളതായിരുന്നു. നെല് പ്ലസ് മണി. പക്ഷെ ഇതില് നെൽ പ്ലസ് മണിയും കൊടുത്ത് കാണുന്നുണ്ട്. അപ്പൊ എങ്കിലും PSC ഉത്തരം കൊടുത്തത് നെല് പ്ലസ് മണിയാണ്. അതുകൊണ്ട് നമ്മൾ ആ വാക്ക് തന്നെ എടുക്കുന്നു. നെൽ പ്ലസ് മണി, നെല് പ്ലസ് മണി എന്നെടുക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? വ്യാകരണം അറിയുന്നവൻ, അതാണ് വൈയാകരണൻ. ഓൾറെഡി ഞാൻ ആ പദം ഇന്ന് മറ്റൊരു സമയത്തും കൂടെ പറഞ്ഞാണ്. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. ഇവിടെയും നമുക്ക് എന്ത് പറയാം? ഐ കഴിഞ്ഞ് യാ വരുമ്പോൾ യാ ഇരട്ടിക്കില്ല എന്നുള്ള റൂള് പറയാം. കാരണം വൈയാകരണൻ എന്ന യായിലെയും
യാ ഇരട്ടിക്കുന്നില്ല, വയ്യാകരണൻ അല്ലെ, ഇങ്ങനെ തന്നെ എഴുതി നിർത്തുകയാണ് നമ്മൾ. കണ്ടോ, ആ ഒരു ചോദ്യം കൂടെ കിട്ടി. അപ്പോൾ ഒരു ചോദ്യം കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം ഈ ഒരു സെറ്റ് ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നോക്കിയേ, ചിലർ എന്ന പദം ഏത് വചനത്തിൽ പെടുന്നു? ചിലർ ഏകവചനമാണോ, സലിംഗ ബഹുവചനമാണോ, അലിംഗ ബഹുവചനമാണോ, ദ്വിവചനമാണോ? അവിടെ ഓർത്ത് വെക്കുക, ചിലർ എന്നത് ചിലരിൽ പുരുഷന്മാരും ഉണ്ടാകാം, സ്ത്രീകളും ഉണ്ടാകാം അല്ലെ. അത് അലിംഗ ബഹുവചനമാണ്. ചിലർ എന്നത് അലിംഗ ബഹുവചനമാണ്. മക്കളെ നോക്കിയേ, ചിലർ എന്നത് അലിംഗ ബഹുവചനം. അപ്പൊ സി ആണ് ഉത്തരം. അവിടെ ദ്വിവചനം എന്നൊരു ഭാഗമുണ്ട് അല്ലെ. മക്കളെ ഓർത്ത് വെച്ചേ, മലയാളത്തിൽ ഞാനിത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനിത് പറഞ്ഞു നിർത്തുകയാണ്. പറയുന്ന സമയത്ത് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. മക്കളെ നോക്കിയേ, ഈ ചിലർ എന്ന പദത്തിന് അലിംഗ ബഹുവചനം കൊടുത്തു, പക്ഷെ ഓപ്ഷനിൽ ദ്വിവചനം എന്നൊരു ഭാഗമുണ്ട്. നമുക്കറിയാം വചന രൂപം മലയാളത്തിൽ വചനം രണ്ടായി തിരിയും. ഏകവചനം എന്നും ബഹുവചനം എന്നും അല്ലെ. ഏകവചനം, ബഹുവചനം. അതായത് ഇത് പേനയാണ്, പേന ഒന്നേ ഉള്ളൂ, ഏകവചനം. ഇത് ഒന്നുകൂടെ വന്നു, രണ്ടെണ്ണമായി, പേനകൾ, ബഹുവചനം. 3 ആയാലും 4 ആയാലും എത്ര ആയിരുന്നാലും പേനകൾ, ഏകവചനം, ബഹുവചനം. പക്ഷെ സംസ്കൃതത്തിൽ പേന, 2 പേനകൾ. ഓക്കെ, പുസ്തകം, 2 പുസ്തകം, പുസ്തകങ്ങൾ. കുട്ടി, 2 കുട്ടികൾ. അതായത് അവിടെ ഏകവചനത്തിനും ബഹുവചനത്തിനും ഇടയിൽ ദ്വിവചനം എന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഓക്കെ, ഏകവചനത്തിനും ബഹുവചനത്തിനും ഇടയിൽ ദ്വിവചനം എന്നൊരു സമ്പ്രദായമുണ്ട്. പക്ഷെ മലയാളത്തിനകത്ത് ഞാനിത് പറഞ്ഞോ? ഇല്ല. അപ്പൊ PSC ചോദിക്കും, മലയാളത്തിൽ ഇല്ലാത്ത വചനരൂപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദ്വിവചനമാണ്. മലയാളത്തിൽ ഇല്ലാത്ത വചനരൂപം ഏതാണ്? ദ്വിവചനമാണ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഒരു പോയിന്റോടെ കിട്ടി. നമുക്ക് പ്രത്യേകിച്ച് ടൈപ്പിസ്റ്റ് പോലുള്ള പരീക്ഷകളും LDC സെക്രട്ടേറിയറ്റ് പോലുള്ള പരീക്ഷകളും ഒക്കെ തന്നെ ഈ ചോദ്യം ചോദിച്ചു കാണാറുണ്ട്. നന്നായി പഠിക്കുക. അപ്പോൾ ഈ വരുന്ന എക്സാമുകളിൽ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും ഈ പുതിയ മാറ്റത്തിന്റെ രീതികളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകട്ടെ. മാറുന്ന PSCയുടെ അല്ലെങ്കിൽ PSCയുടെ പരിഷ്കാരങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ മാറുന്ന PSCയോടൊപ്പം ദ മൈ മെന്റർ നിങ്ങളുടെ കൂടെയുണ്ട്. പൂർണ്ണ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നന്നായി പഠിക്കുക, നല്ല വിജയം നേടിയെടുക്കുക. താങ്ക് യു.